ഹലോ നമസ്കാരം. ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഡയറക്ടർ രഞ്ജിത്ത് ശങ്കർ. രഞ്ജിത്തേട്ടാ, വെൽക്കം ടു മൈ ഷോ. ഹായ്. യെസ്, 15 ഇയേഴ്സ് ഇൻ സിനിമ. ശരിക്കും പറഞ്ഞാൽ 15 വർഷം എന്ന് പറയുന്ന ഒരു വലിയൊരു മൈൽ സ്റ്റോൺ എന്നൊക്കെ പറയാം. അപ്പൊ ആദ്യത്തെ ഒരു സിനിമ പാസഞ്ചർ മുതൽ ഇപ്പൊ ദാ ജയ് ഗണേഷ് വരെ എത്തി നിൽക്കുന്നു. അപ്പൊ ഈ ഒരു ജേർണി ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഹൗ ഡു യു ഫീൽ? ഭയങ്കര അത്ഭുതം, ഭാഗ്യം, സമയം നല്ലതായിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നു. യെസ്. അപ്പം സന്തോഷം. ആദ്യത്തെ ഒരു സിനിമയിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും നോട്ട് ചെയ്തൊരു ഡയറക്ടറാണ്. പാസഞ്ചർ അത്രയും എന്താ പറയുക, വേറെ തന്നെ ഒരു ജോണർ, അല്ലെങ്കിൽ നമ്മൾ അതുവരെ കണ്ട് ശീലിക്കാത്ത രീതിയിലൊരു കഥ പറച്ചിൽ, ഡയറക്ഷൻ, അങ്ങനെയൊക്കെ. അപ്പൊ ആ ഒരു ഫസ്റ്റ് സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ഫീഡ്ബാക്കും, അല്ലെങ്കിൽ ചേട്ടൻ പ്രതീക്ഷിച്ചിരുന്നോ ഇത്രമാത്രം ആളുകൾ ഏറ്റെടുക്കും എന്നൊക്കെ ഉള്ളത്? ഇല്ല, ഒരിക്കലും ഇല്ല. അത് ആ സിനിമ ഇറങ്ങണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അറ്റ് സം പോയിന്റ് എനിക്കത് ആ സിനിമ ചെയ്ത് വെക്കണം, എന്നിട്ട് അത് എൻ്റെ ബെഡ്റൂമിൽ വെറുതെ ഇരുന്നാൽ പോലും എനിക്ക് ഓക്കെയാണ് എന്ന് ആലോചിച്ചിരുന്ന സമയങ്ങളുണ്ട്. അപ്പൊ സിനിമ ഇറങ്ങി എന്നുള്ളത് തന്നെ വലിയ വിജയമാണ് എന്നെ സംബന്ധിച്ച് ആയിരുന്നു. എനിക്ക് 30 വയസ്സാവുന്നതിന് മുമ്പ് ആ സിനിമ സെൻസർ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഗോൾ. അപ്പൊ സെൻസർ ചെയ്യണം, അപ്പൊ ഒരു സിനിമ ആയല്ലോ. പിന്നെ അത് ഇറക്കാന്ന് പറയുന്നത് അന്നത്തെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഒക്കെ ഭയങ്കര കോംപ്ലക്സ് ആണ്, ഇന്നത്തെ പോലെ അത്ര ഡെമോക്രാറ്റിക് അല്ല. അതുകൊണ്ട് ഇറക്കാൻ ഞാൻ പറഞ്ഞ ഈ കാസ്റ്റിംഗ് ഒക്കെ വരുന്നതിന് മുന്നേ ഞാനത് ആലോചിക്കുന്ന സമയത്ത് ഞാൻ ടോട്ടൽ ഔട്ട്സൈഡർ ആണല്ലോ ഒരു സിനിമ എന്ന് വരുമ്പോൾ. നമുക്ക് കാര്യം പരിചയമൊന്നുമില്ല. അപ്പൊ അത് സെൻസർ ചെയ്യാൻ ചെയ്ത് വെക്കുക, എന്നിട്ട് നമ്മുടെ വീട്ടിലത് ഫിലിം റോളായിട്ട് ഫിലിമാണെന്ന് ഫിലിം റോളായിട്ട് ഇരുന്നാലും ഇരിക്കട്ടെ അന്നേരം നമ്മുടെ ഒരു ഐഡിയ. അപ്പം പിന്നെ ഇറങ്ങി എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. ഇറങ്ങി വിജയിച്ചു, അതിനേക്കാൾ വലിയ കാര്യമാണ്. അതാണ് എല്ലാ അത്ഭുതം എന്ന് പറഞ്ഞത്. അതേപോലെ ചേട്ടൻ പറഞ്ഞ പോലെ സിനിമയിൽ അങ്ങനെ ഒരു ബന്ധങ്ങളോ ഫ്രണ്ട്സോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് വരുന്നു, സിനിമ ചെയ്യുന്നു, അത് എല്ലാവരും ഏറ്റെടുക്കുന്നു. അപ്പം ആ ഒരു ജേർണി ഉള്ളത് കൊണ്ടാണ് ചേട്ടൻ എപ്പോഴും ഫ്രഷേഴ്സിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും ചേട്ടൻ സ്റ്റോറി ആയിട്ടും അങ്ങനെയൊക്കെ ഷെയർ ചെയ്ത് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഫ്രഷേഴ്സിനെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നതിന് റീസൺ ചേട്ടന്റെ ആ ഒരു ജേർണി തന്നെയാണോ? ഇല്ല, സത്യത്തിൽ എനിക്ക് ഫ്രഷേഴ്സ് ഇല്ല കേട്ടോ. എനിക്ക് ആരാണേലും ഇപ്പം ഒരു ആക്ടർ ഒരു സിനിമയിൽ ഒരു ചെറിയ റോൾ ചെയ്തു, എനിക്കത് ഇഷ്ടപ്പെട്ട് ഞാൻ എപ്പോഴും വിളിച്ച് പറയാറുണ്ട്. ബിക്കോസ് അത് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. അത് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഡയറക്ടേഴ്സിനോട് പോലും ഞാൻ പറയാറുണ്ട്. അവർക്കും അത് ഭയങ്കര മോട്ടിവേഷനാണ്. നമുക്ക് തോന്നുമല്ലെന്ന്, അങ്ങനെയല്ല. അത് കേൾക്കുന്ന ഒരു സന്തോഷമാണ്. വലിയ നടന്മാരാണെങ്കിലും ചെറിയ നടന്മാരാണെങ്കിലും ചെറിയ ടെക്നീഷ്യൻസ് ആണെങ്കിലും വലിയ ടെക്നീഷ്യൻസ് ആണെങ്കിലും ചെറുത് വല്ലെന്ന് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഇൻഡസ്ട്രി കമേഴ്ഷ്യൽ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണല്ലോ പറയുന്നത്. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അത് ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഭയങ്കര നല്ല കാര്യമാണ്. അത് രണ്ട് കാര്യമാണ്. അത് ഇപ്പോൾ ഒരു ഫിലിം മേക്കർ നമുക്ക് അസൂയ തോന്നുന്നൊരു സിനിമ എടുത്തു നോക്കിയാൽ, അപ്പോൾ അത് അസൂയ കൊണ്ടിരിക്കാതെ ആളെ വിളിച്ചങ്ങ് അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. അപ്പോൾ നമുക്കൊരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് വരും. അതാണ് അതിന്റെ പോസിറ്റീവ് രീതി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ പുതുമുഖങ്ങൾ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെയില്ല. നമ്മൾ ആരെയാണോ നമുക്ക് ഇഷ്ടം തോന്നുന്നത് അവരെ പ്രോത്സാഹിപ്പിക്കലല്ല, അവരെ ഒരു അഭിനന്ദിക്കുക. നല്ലൊരു പരിപാടിയാണ് ഒരാളെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുക. ഇപ്പൊ നമുക്കുള്ള ഒരു മെസ്സേജ് വരുമ്പോൾ പാർവതിക്ക് ഒരു മെസ്സേജ് വന്നു, ഭയങ്കര ഇന്റർവ്യൂ ആയിരുന്നു, ഒരു സന്തോഷം തോന്നില്ല, ഒരു മൊമെന്ററി സന്തോഷം. അത് നമുക്ക് ഒരാൾ കൊടുക്കാൻ തോന്നുന്നു പറ്റിയ നല്ലതല്ലേ? അതെ. അങ്ങനെ എത്രമാത്രം ഈ ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു അങ്ങോട്ടും കൂടെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള സത്യം പറഞ്ഞ സംശയമാണ്. മെസ്സേജ് അയക്കാറില്ല, അധികം പേര് മെസ്സേജ് അയക്കാറില്ല. ഷോ മോശമായതുകൊണ്ടാണ്. സത്യസന്ധമായി തോന്നിയവരയക്കും. അതെ അതെ. അതായത് ഇപ്പൊ സിനിമയിൽ മാത്രമല്ല, എല്ലാ ഫീൽഡിലും അത്തരത്തിലൊരു കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ എനിക്കത് ഭയങ്കര നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. എന്താന്ന് വെച്ചാൽ അത് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കുറെ നെഗറ്റിവിറ്റി പോയി കിട്ടും. നമുക്ക് കുറച്ച് പോസിറ്റീവായിട്ട് അത് പറഞ്ഞാൽ തീർന്നു എന്ന് പറയുന്ന സാധനമില്ലേ? അങ്ങനെയുണ്ട്. ഇപ്പൊ ഏറ്റവും ചേട്ടൻ അങ്ങനെ ഒരു അപ്രീഷിയേറ്റ് ചെയ്തൊരു വർക്ക് ഏതായിരിക്കും? മഞ്ഞമ്മൽ ബോയ്സ്. I was in awe seeing that film. അപ്പോൾ എനിക്ക് അറിയുന്നവരെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തു. ഇപ്പൊ ജയഗണേഷിലേക്ക് വരുമ്പം ഡയറക്ഷൻ, റൈറ്റിംഗ്, അതേപോലെ പ്രൊഡക്ഷൻ, അപ്പോ ഈ ഒരു സിനിമ അതെങ്ങനെയാണ് ഒരു തുടക്കം എന്ന് പറയോ? ഈ കഥ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വളരെ മുന്നേ, ലൈക്ക് 2011 ആ സമയത്തൊക്കെ. അതിന്റെ കോർ ആശയം എന്ന് പറയുന്നത്, ആ കോർ ആശയം ഭയങ്കര കമേഴ്ഷ്യലാണ് എന്ന് എനിക്ക് തോന്നിയിരുന്നു. നല്ല കമേഴ്ഷ്യൽ സിനിമയാണെന്ന് തോന്നിയിരുന്നു. പക്ഷെ ആ സിനിമ ചെയ്യാനുള്ളൊരു എന്തൊരു ഊർജ്ജം നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഇപ്പോൾ ഒരു 13 വർഷമായല്ലോ, അല്ലെങ്കിൽ 12 വർഷങ്ങളായിട്ടുണ്ടാവും. അപ്പോൾ അതിനിടയിൽ പല ആക്ടേഴ്സിനോടും നമ്മൾ ഡിസ്കസ് ചെയ്യും, പല കാര്യങ്ങൾ പല രീതിയിൽ നടന്നിട്ടുള്ള ഈ കഥ. അന്ന് ഇതിൽ വീൽ ചെയർ ബൗണ്ട് ഒന്നുമല്ല, ഒരു നോർമൽ ഹീറോ ആണ്. അങ്ങനത്തെ ഒരു കഥ. ആ കഥ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എനിക്ക് തോന്നി. ഭയങ്കര ഒരു ക്യാച്ചിയാണ്, അത് ആൾക്കാരെ പിടിച്ചിരുത്താൻ ചാൻസ് ഉണ്ട്. സോ ഇറ്റ്സ് കമേഴ്ഷ്യൽ. അപ്പം ഞാൻ അങ്ങനെ കമേഴ്ഷ്യൽ എന്ന് തോന്നുന്ന കുറച്ച് സിനിമകൾ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടമുള്ള സിനിമകളൊക്കെയാണ്. അപ്പോൾ ഞാൻ പുണ്യാളനും പ്രേതം അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ ഞാൻ കമേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുള്ളൂ. അപ്പം ബാക്കി ഒക്കെ തിരക്കില്ലാതെ വിജയിച്ചു എന്നുള്ളൊരു ഭാഗ്യം ആ സിനിമകൾ. പക്ഷേ മലയാളത്തിൽ മാത്രമാണ് ഒരു പക്ഷേ അങ്ങനെ ഒരു സാധ്യതയുള്ളത്.
ഉണ്ടായിരുന്നത്. ഇപ്പോൾ മറ്റു ഭാഷകളിലൊക്കെ വരുന്നു. അപ്പോൾ അങ്ങനെ പലപ്പോഴും ആലോചിച്ച് വേണ്ടെന്ന് വെച്ച കഥയാണ്. അപ്പോൾ ഞാനിപ്പോൾ വീണ്ടും ഇപ്പോൾ ഒരു സിനിമ ചെയ്യാനങ്ങ് തീരുമാനിച്ചു. ആദ്യം അതാണല്ലോ, ഒരു സിനിമ അങ്ങ് ചെയ്തേക്കാം തീരുമാനിച്ചപ്പോൾ അതിൽ അപ്പോൾ ഞാനൊരു നമുക്ക് എല്ലാ സിനിമ ചെയ്യുമ്പോഴും ഒരു ചാലഞ്ച് വേണം. ഒരു ചാലഞ്ച് ഇല്ലെങ്കിൽ എന്നെ പോലെ ആൾക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ ഈ എല്ലാം കൂടെ ചെയ്യുന്നുണ്ട്, ഇത് അല്ലെങ്കിൽ ഭയങ്കര ബോറടി പോകും. ബോറടി അല്ല, നമുക്ക് ഈ ഒരു സിനിമ ഇപ്പോൾ ജയഗണേഷിനെ സംബന്ധിച്ച് അത് അനൗൺസ് ചെയ്യുന്നത് ജൂലൈയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് 10 months. ഈ 10 മാസത്തെ ഒരു യാത്രയാണ്. അപ്പോൾ അത് ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും ഹാർട്ട് ബ്രേക്കും ഹാർട്ട് അറ്റാക്ക് വരെ സംഭവിച്ചിട്ടുണ്ട് സംവിധായകർക്ക്. അപ്പോൾ ആ ഒരു പ്രോസസ്സൂടെ കടന്നു പോകാൻ നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു സാധനം അതിലുണ്ടാവണം. അപ്പോൾ അതതിലില്ലായിരുന്നു ഈ കഥയിൽ. അപ്പോൾ എനിക്കത് ചെയ്യണമെന്നുണ്ട്, എന്നാലും അത് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ അത് വേറെ കഥ നോക്കാം, എന്നാൽ കമേഴ്ഷ്യൽ ആയിരിക്കണുള്ളൂ. ഇപ്പോൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ തിയേറ്ററിലൊരു എക്സ്പീരിയൻസ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഞാൻ തന്നെ ചെയ്തിട്ടുള്ള ഇപ്പോൾ സുധി വാൽമീകമോ രാമൻ്റെ എന്തോട്ടൊക്കെ അന്ന് വിജയിച്ച സിനിമകളാണ്. മേരിക്കുട്ടി, അതൊക്കെ ഇന്ന് വന്നാൽ അറിയില്ല. അത് പ്രോബ്ലി ആൾക്കാർ അത് OTT കാണുന്ന ഒരു രീതിയിലോട്ട് മാറിയിട്ടുണ്ട് ആ സിനിമ, അല്ലെങ്കിൽ വേറെ രീതിയിൽ ആ സിനിമ ഉണ്ടാക്കേണ്ടിയിരിക്കും. അപ്പോൾ ഇത് കമേഴ്ഷ്യലാണ്, ഇത് ചെയ്യാം, പക്ഷേ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നില്ല ഇത് ചെയ്യാൻ. ഇതൊരു എന്താ പറയുക. അപ്പോൾ അങ്ങനെ ഞാൻ ഈ അടുത്ത് ജിമ്മിലൊക്കെ പോയി തുടങ്ങി. അപ്പോൾ എല്ലാത്തിനും റീസൺ ഉണ്ടാവും. ഇപ്പോൾ ജിമ്മിൽ പോയതിനും റീസൺ ഉണ്ടാവും. അപ്പോൾ ഞാനെപ്പോഴും ട്രൈ ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുക, പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും പുതിയതായിട്ടൊക്കെ സംഭവിക്കും. ജിമ്മിൽ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു റെഗുലർലി. ഞാനിങ്ങനെ എൻ്റെ വീട് വാഴക്കാലയാണ്. അപ്പോൾ ഞാൻ വഴി പടമുകൾ വഴി ഇങ്ങനെ കാക്കനാട്ട്, അവിടെയാണ് ജിം. അങ്ങനെ രാവിലെ പോകാം. അപ്പോൾ രാവിലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരാളെ കാണുകയാണ് വീൽ ചെയറിൽ. പിന്നെ റെഗുലർലി ആളെ കാണാൻ തുടങ്ങി. ആ വഴിക്കാണ് അയാൾ പോകുന്നത്. അപ്പോൾ അയാൾ നമ്മൾ സാധാരണ വീൽ ചെയറിൽ കാണുന്ന പോലെ ആളല്ല. ഭയങ്കര ഹാൻഡ്സമാണ്, ഭയങ്കര സ്മാർട്ടാണ്, ഭയങ്കര ഹാപ്പിയാണ് അയാൾ. അത് നമുക്ക് അറിയാം ഒരാളെ കാണുമ്പോൾ. അപ്പം ഞാൻ പലപ്പോഴും ആളെ കാണുമ്പോൾ ഭയങ്കര സോഷ്യലാണ് അയാൾ, ജനകീയനാണ്. നാട്ടുകാരെ കൊന്ന് അയാൾ സംസാരിക്കും, അയാളുടെ പ്രശ്നം, നാട്ടുകാരുടെ പ്രശ്നം അയാൾ സോൾവ് ചെയ്യും, ഇയാളുടെ പ്രശ്നം അങ്ങനെയൊക്കെ തോന്നി. അപ്പോൾ ഇത് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്നിട്ട് ഞാനത് വിട്ടു. ആക്ച്വലി ഞാൻ വീൽ ചെയറിൽ ഒരാളെ വെച്ചിട്ട് വേറൊരു കഥ ഉണ്ടായിരുന്നു എൻ്റെ വക. അത് കുറച്ച് എന്താ പറയുക ആർട്ടിസ്റ്റിക് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യേണ്ട എന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു ടോക്സിക് ലവറൊക്കെ ആയിരുന്നു. ബട്ട് ഈസ് ഓൺ വീൽ ചെയർ, അങ്ങനത്തെ ഒരു കഥയാണ്. അപ്പം എനിക്ക് അങ്ങനത്തെ എനിക്ക് ഇങ്ങനത്തെ പല സിനിമകളും ചെയ്തിട്ടുള്ളത്. ഞാൻ ഇവരൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ ഒരാൾ വീൽ ചെയറിലാന്ന് നോക്കിയ അയാൾ സിമ്പതിയോടെ നോക്കുന്നതാണ് അയാളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത. സത്യം. അയാളെ നോർമലായി നോക്കാനുള്ള ഒരു മാനസിക വളർച്ച നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പം അയാളൊരു വെറുപ്പോടുകൂടി നോക്കുന്ന ആൾക്ക് പിന്നെ ഓക്കെ ഇരിക്കും. ഇപ്പം ഞാൻ പ്രേതം 2 ചെയ്തപ്പോൾ അതിൽ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആളായിരുന്നു അതിലത്തെ ഒരു വില്ലൻ. എൻ്റെ ഫ്രണ്ട് ഉണ്ട് റിജോയ് എന്ന് പറഞ്ഞിട്ട്, പുള്ളി ബ്ലൈൻഡാണ് ആക്ച്വലി ബ്ലൈൻഡാണ്. അപ്പം ഞാൻ അവനെയാണ് വെച്ച് അഭിനയിപ്പിച്ചത്. അപ്പോൾ അവൻ പറഞ്ഞു ഭയങ്കര സന്തോഷമായി. നമ്മൾ സാർ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾ വില്ലന്മാരാക്കൂ, ഞങ്ങൾ ഭയങ്കര പാവങ്ങളും സിമ്പതി അറിയിക്കുന്നവരും മാത്രമായിട്ട് ആക്കല്ലേ. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ആളെ കണ്ടു. അപ്പോൾ എനിക്ക് ഞാൻ മുമ്പൊരു കഥ, ആ കഥ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇല്ലേ അർജുൻ റെഡ്ഡിയൊക്കെ പോലെ ഒരാളാണ്, പക്ഷെ അയാൾ വീൽ ചെയറില്ല. വീൽ ചെയറിനേക്കാൾ മോശം അവസ്ഥ. ആ കഥ ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ ചെയ്തേക്കും. ഒരു ആക്ടറിനും ഭയങ്കര കോംപ്ലക്സ് ആണ് അത് ചെയ്യാൻ. അത് പറയുന്നില്ല. അപ്പോൾ അത് വീൽ ചെയർ മാത്രമല്ല വേറെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കഥയുണ്ട്. അത് എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. പക്ഷെ അത് ഇപ്പം ഓഡിയൻസ് കണ്ടോണ്ടിരിക്കുമോ എന്നൊക്കെയാണ് എൻ്റെ സംശയം. പക്ഷെ ഭയങ്കര കോംപ്ലക്സ് ലവ് സ്റ്റോറിയാണത്. അങ്ങനെ ഒരാളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് ഇൻസ്പിറേഷൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒരുപാട് ഇവിടെയൊക്കെ ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ. അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന അവരുടെ പല കഥകളും പറയുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നത് അവർ മറ്റേ സൈഡ് ഉണ്ടല്ലോ, ഡാർക്ക് സൈഡ്, അതും കൂടെ അവർ പറയണല്ലോ. ഫ്രണ്ട്സ് സൈഡിലേ പറയുള്ളൂ. അത് പറയാം, അവർ നമ്മൾ അങ്ങനെ കാണാൻ തുടങ്ങിയാൽ മാത്രമേ അത് നോർമൽ ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും എന്താ പറയുക, വി ഫീൽ വി ആർ ഹെൽപ്പിംഗ് ദം ബട്ട് വി ആർ നോട്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞ എല്ലാവരുടെയും ഒരവസ്ഥ. അപ്പോൾ അതങ്ങനെ വിട്ടു. പിന്നെ ഞാൻ വേറൊരാളെ കണ്ടു ജിമ്മിൽ പോകുന്ന വഴിക്ക് തന്നെ. അയാളും അങ്ങനെ വഴിക്ക് പോകുന്നുണ്ട് വീൽ ചെയറിൽ. അപ്പോൾ രണ്ടുപേരെ അയാൾ പക്ഷെ ഇത്ര സന്തോഷവാനല്ലോ, ഒരു നോർമൽ വീൽ ചെയറിൽ ആളെ പോലെ. അപ്പം അങ്ങനെ രണ്ടുപേരെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ചെറിയൊരു നിമിത്തമാണല്ലോ. അപ്പം ഇത് ആലോചിക്കുമ്പോൾ ഇമ്പോസിബിളാണ്. കാരണം ഈ കഥ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ കമേഴ്ഷ്യൽ ഹീറോ ആണ്, ഇതിലത്തെ ഹീറോ. അപ്പോൾ അയാൾ വീൽ ചെയറിലാക്കാന്ന് പറയുമോ എങ്ങനെ ചെയ്യുമെന്ന് ആലോചിക്കില്ല. അപ്പം എനിക്ക് മനസ്സിലായില്ല എങ്ങനെ ചെയ്യുന്നതെന്ന്. ഈ സ്ക്രിപ്റ്റ് തന്നെ ഇയാളെ വീൽ ചെയറിലാക്കിയാൽ എങ്ങനെ ചെയ്യുന്നത് വെച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല, പേടി വരുന്നു. ഓക്കെ, ധൈര്യപൂർവ്വം ചെയ്യാം. പേടി നല്ലതാണ്, പേടിയാണ് നമുക്കൊരു ചാലഞ്ച്. അപ്പോൾ പറഞ്ഞാൽ എല്ലാ സീനും ഡിഫറെൻ്റ് ആയി. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ഷോട്ട് എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇയാൾ ഇങ്ങനെ ഇരിക്കും, ഇയാൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ സജഷൻ പോലും മാറിപ്പോയി. അതിന് പേഴ്സ്പെക്റ്റീവ് അത് എങ്ങനെ ഷൂട്ട് ചെയ്യുന്ന അറിയില്ല. അത് നമുക്ക് നോർമലായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുള്ളൊക്കെ വന്നില്ലേ, അതുപോലത്തെ സിനിമയാണെങ്കിൽ പിന്നെ എളുപ്പം. ഇതങ്ങനെയല്ല, ഇയാളൊരു നോർമൽ
ഹീറോനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിൽ ചേസ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഇതൊക്കെ ബേസിൽ ചെയ്യണം. അപ്പോൾ അത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഇതാണെങ്കിലും മിസ്സിംഗ് ആയിരുന്നു. ഇത് വന്നപ്പോൾ ഇത് കംപ്ലീറ്റ് കോംപ്ലക്സ് ആയി. ഇത് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ഇമ്പോസിബിൾ, നിയർ ടു ഇമ്പോസിബിളാണ്. പിന്നെ ഒന്ന് ശ്രമിച്ചു കളയാം എങ്ങനെയാണ് ഈ കംഫർട്ട് സോണിന് പുറത്ത് വരിക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമല്ല. എനിക്ക് തോന്നുന്നു ചേട്ടനാണെങ്കിൽ എവിടെ എന്റെ കംഫർട്ട് സോണിന് പുറത്തുള്ള ഏരിയ എന്ന് നോക്കി നടക്കുക. അത് ചേട്ടൻ എല്ലാ സിനിമകളും എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ചേട്ടന്റെ സിനിമയാണെന്ന് പറയുമ്പോൾ അത് ഈ കംഫർട്ട് സോണിൽ നിന്ന് കോൺസ്റ്റന്റ് ആയിട്ട് പുറത്ത് വരാൻ ശ്രമിക്കുന്നത് കൊണ്ടാണോ? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ നമുക്കൊരു, ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പം ഒരു സിനിമയൊക്കെ ചെയ്ത് ഞാൻ പുറത്തെവിടെയെങ്കിലും പോയി ജോലി ജീവിക്കുന്നത് വിചാരിച്ച, സത്യസന്ധമായി വിചാരിച്ച ഒരാളാണ്. അതായത് ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു, ലീവ് എടുത്തിട്ടാണ് സിനിമ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇനി വേറെ ജോലിയൊക്കെ ചെയ്ത് പുറത്തെവിടെയെങ്കിലൊക്കെ പോയി. എൻ്റെ വൈഫ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി അങ്ങനെയൊക്കെ ജീവിക്കുന്നത് വിചാരിച്ച ഒരാളാണ്. ബട്ട് ദെൻ ഐ വാസ് ലക്കി, ഐ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി. പല സിനിമകൾ ചെയ്യാൻ അവസരം കിട്ടി. സോ ഐ ഷുഡ് യൂസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. അതായത് ഞാൻ ആലോചിച്ച എനിക്കിഷ്ടമുള്ള സിനിമ ഉണ്ടാക്കാൻ പറ്റും. അത് അപ്പോൾ ഞാൻ ഭയങ്കര ലക്കിയായിട്ടാണ് എന്നെ കാണുന്നത്. ബിക്കോസ് ഞാനിപ്പോൾ 15 വർഷം സിനിമയിൽ നിന്നു, 15 സിനിമ ചെയ്തു. 15 സിനിമയും എൻ്റെ ടേംസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ് ചെയ്തിരിക്കുന്നത്. അത് നല്ലതും മോശമെന്ന് എനിക്കറിയില്ല. അത് അധികം പേർക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമില്ല. സോ ഐ എം ലക്കി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കഥകൾ അത് രസകരമായി പ്ലേസ് ചെയ്യണമെന്നേ ഉള്ളൂ. തുടർച്ചയായിട്ട് കുറേ വർക്കാവാത്ത കഥകൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫീൽഡ് ഔട്ടോ. ഞാൻ അതിന് സ്പേസ് ഔട്ട് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ജയ ഗണേഷ് ഒരു കമേഴ്ഷ്യൽ സിനിമയാണ്, അത് വിജയിച്ചാൽ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ചിലപ്പം എനിക്ക് ഇഷ്ടമുള്ള, ഇത് ഇഷ്ടമില്ലെന്നല്ല, ബട്ട് എനിക്കിപ്പോൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു കഥയില്ലേ, അത് നമുക്കറിയാം അത്രയും ചിലപ്പോൾ തിയേറ്ററിൽ പോകില്ല. നമ്മുടെ തന്നെ പൈസ ആയതുകൊണ്ട് നമുക്ക് ഇതൊന്നും കിട്ടിയാൽ അതിൽ ഉപയോഗിക്കും. അതാണ് നമ്മുടെ പോളിസി. അതെ, എനിക്ക് ജയ ഗണേഷിന്റെ ഇത് കണ്ടപ്പോൾ തന്നെ ഒരു സൂപ്പർ ഹീറോ എങ്ങനെയോ വീൽ ചെയറിൽ അല്ലെങ്കിൽ ആ ഒരു ക്ലീഷേ ബ്രേക്ക് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. നമ്മളെപ്പോഴും കണ്ട് ശീലിച്ചിട്ടുള്ള സൂപ്പർ ഹീറോസ് പറക്കുക അല്ലെങ്കിൽ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി കഴിവൊക്കെ ഉള്ളത്. പക്ഷെ ഇതിൽ ആക്ച്വലി ഇങ്ങനെ ഒരു സൂപ്പർ ഹീറോ എന്ന് തോന്നുന്നതാണ് ജയ ഗണേഷിന്റെ ഒരു എന്താ പറയണ്ടേ ആളുകളുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു സംഭവം തോന്നിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഉണ്ണി മുകുന്ദനിലേക്ക് ഈ ഒരു ക്യാരക്ടർ? അല്ല, ആദ്യമായിട്ട് ഈ സൂപ്പർ ഹീറോ എന്നൊക്കെ നിങ്ങളാണ് പറയുന്നത്, നമ്മൾ പറഞ്ഞിട്ടൊന്നും. സൂപ്പർ ഹീറോ അതായിക്കോട്ടെ. ഉണ്ണിയിലോട്ട് എത്തുന്നത് ഈ കഥ ഉണ്ടായല്ലോ. അപ്പം ഇത്രയായി, സ്ക്രിപ്റ്റൊക്കെ ആയിരുന്നു. അതിൽ വീൽ ചെയറിൽ ആളെയും വെച്ചു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് എനിക്ക് മനസ്സിലായി ഇയാൾ ഫിസിക്കലി ഭയങ്കര പവർഫുൾ ആയിരിക്കും, എന്നാലും ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അയാൾക്ക് കാലൊന്നും ഇല്ലല്ലോ, കൈ ഭയങ്കര പവർഫുൾ ഹാൻഡ്സും ആണ്. അപ്പോൾ ഉണ്ണിയുടെ ഹാൻഡ്സ് ആണ് മലയാള സിനിമയിൽ ഏറ്റവും പവർഫുൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നാച്ചുറലി ബിൽറ്റ് ത്രൂ ദ ഇയേഴ്സ്. അയാളുടെ 5-ാം വയസ്സ് തൊട്ടൊക്കെ ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ് അത്. ഇപ്പോൾ ഞാൻ 2 മാസം ജിമ്മിൽ പോയ പോലെ അല്ലത്. അതുകൊണ്ടാണ് ഇതുപോലത്തെ സീനുകൾ നമുക്ക് ചെയ്യാൻ പറ്റിയത്. ഈ സിനിമയിലൊക്കെ സിംഗിൾ ഷോട്ട്സ് ഉണ്ട്. സിംഗിൾ ഷോട്ട്സ് ഞാൻ അതിൽ കയറി ഒന്ന് ഉരുട്ടി നോക്കി, നമുക്ക് പറ്റില്ല. ഈ സാധനം ഒരു പരിധിയിൽ കഴിഞ്ഞ സ്പീഡിൽ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല കേട്ടോ. പിന്നെ ഞാൻ ഉണ്ണിയോട് സംസാരിച്ചപ്പോൾ ലൈക്ക് ഹി വാസ് വെരി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. ഫസ്റ്റ് എന്നോട് വർക്ക് ചെയ്യുന്നതിന് എക്സൈറ്റഡ് ആയിരുന്നു. ബിക്കോസ് ഞാൻ പുള്ളിക്കൊരു മെസ്സേജ് അയച്ചപ്പോൾ തന്നെ നമുക്കൊന്ന് കണ്ടാലോ എന്ന് പറയുമ്പോൾ പുള്ളി ഇമ്മീഡിയറ്റ് റിപ്ലൈ ചെയ്ത് ഐ വിൽ ബി ഇൻ മൈ ബെസ്റ്റ് ഷേപ്പ് 3 months from now. എനിക്കത് ഭയങ്കര സംഭവമായി. ഒരാൾക്ക് നമ്മുടെ അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എനിക്ക് പണ്ട് ജയൻ്റെ കൂടെയൊക്കെ പുണ്യാളനൊക്കെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് ആദ്യമേ കിട്ടിയിട്ടുണ്ട്. എനിക്ക് അത് തന്നെ ഉണ്ണിയോട് കൂടെ കിട്ടി. ഞങ്ങൾ ഇടയ്ക്ക് സംസാരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം എനിക്കൊന്ന് കഥയൊക്കെ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. അത് ഞങ്ങൾ മീറ്റ് ചെയ്തപ്പം എനിക്ക് എൻ്റെതായ സംശയങ്ങളുണ്ടായിരുന്നു. കാരണം ഇതുപോലത്തെ ഒരു കോംപ്ലക്സ് റോള് ഉണ്ണി എങ്ങനെ ചെയ്ത് ഫലിപ്പിക്കും എന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ കഥ പറഞ്ഞ പുള്ളിക്ക് താല്പര്യം. അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളിയുടെ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഫ്രണ്ടാണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അയാൾ ഭയങ്കര ഡിഫറൻറ്റാണ് മറ്റേ ആളിന്. അയാളിപ്പോൾ ഭയങ്കര സക്സസ്ഫുൾ ബിസിനസ്മാനാണ്, ഗുജറാത്തിലെവിടെയോ. അപ്പം അയാൾക്ക് കാലുകൾ ഇല്ല, ഇതേ ഉള്ളൂ. പുണ്യ പറയുന്നത് ഞങ്ങൾ സ്കൂളിലിങ്ങനെ വരുമ്പോൾ സ്കൂളിൽ മുറ്റത്ത് വന്നു കഴിഞ്ഞാൽ എന്നേക്കാൾ ഫസ്റ്റ് ടൈം ക്ലാസ്സിലെത്തും. കാരണം കൈ അത്രയും പവർഫുള്ളാണ്. അത് ഉണ്ണിയുടെ എത്ര കൈയാണോ അതിൻ്റെ ഇരട്ടി കൈ ഉണ്ട് ഈ ഫ്രണ്ടിന്. അതിൻ്റെ ഫ്രണ്ട് ഫോട്ടോ ഒക്കെ എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഈ സ്റ്റോറിയിൽ കുറച്ച് ആ ലെവലിൽ കുറച്ച് കറക്ഷൻസ് ഉണ്ണിയുടെ ഭാഗത്തു നിന്നുണ്ട്. കാരണം ഞാൻ ആദ്യം കഥ വെച്ചപ്പോൾ ഇയാൾക്ക് 10-ാം വയസ്സിൽ കുട്ടിയായിരിക്കുമ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റും. അതിന് ചെറിയൊരു കഥയൊക്കെ ഉണ്ട്, വേറൊരു ക്യാരക്ടറൊക്കെ ബന്ധപ്പെട്ട്. പുണ്ണി പറഞ്ഞാൽ 10-ാം വയസ്സിൽ കാല് പോയി കഴിഞ്ഞാൽ ആ കാലം അത്ര ഉണ്ടാവത്തുള്ളൂ. ഇയാളുടെ ഫ്രണ്ട് അങ്ങനെയാണ്. അപ്പം നിങ്ങൾ ശരി 20-ാം വയസ്സിലൊക്കെ അപ്പം നോർമലായിരിക്കും. അപ്പോൾ അതൊക്കെ പുള്ളിക്ക് അറിയാമായിരുന്നു, എനിക്ക് അറിയാത്തതായിരുന്നു. അപ്പോൾ ഓക്കെ. പിന്നെ ഞങ്ങൾ 2-3 പ്രാവശ്യം മീറ്റ് ചെയ്തു, ഞങ്ങൾ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഉണ്ണി. അപ്പം ചേട്ടന് പൊതുവേ ഈ സിനിമകൾ റിലീസ് ചെയ്യുന്ന മുന്നേ ഉള്ള ടെൻഷൻ അങ്ങനത്തെ പരിപാടികളുണ്ടോ, അതോ പൊതുവെ കൂളാണോ ഇങ്ങനത്തെ കാര്യങ്ങൾ? ടെൻഷനൊക്കെ ഉണ്ടാവും. നമ്മളത് കൂളാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അത് സ്വാഭാവികമല്ലേ. നമ്മളൊരു വലിയൊരു പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കി, നമ്മൾ കുറേ പൈസയൊക്കെ റിസ്ക് ചെയ്തൊരു സാധനം ചെയ്തിട്ട് അത് ജനങ്ങളുടെ മുന്നിൽ എനിക്ക് എന്നെ ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും എന്നെ ബാധിക്കും. ടെൻഷനൊക്കെ ഉണ്ടാവും. അതെ, അപ്പൊ സിനിമകൾ വിചാരിച്ച പോലെ ഓടിയില്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സങ്കടങ്ങൾ ഭയങ്കരമായിട്ടും ഉണ്ടാവാറുണ്ട്. ഇപ്പം ഞാൻ അതിന് കുറച്ച് മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതായത് ഞാൻ അർജുനൻ സാക്ഷി ചെയ്തല്ലോ, അത് ഒരു പരാജയമായിരുന്നു. അത് എൻ്റെ നല്ല സിനിമ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതെ, പക്ഷെ അന്നല്ല അങ്ങനെ ഒന്നും വർക്കായില്ല. ഞാൻ ഭയങ്കര ഡിപ്രഷനിലോട്ട് പോയി ആ സമയത്ത്. ഡിപ്രഷനിലോട്ട് ഞാൻ വെച്ച് എന്തിനത് ചെയ്തേ, ഒരു പടം ചെയ്താൽ മതിയായിരുന്നു.
നമ്മൾ പുറത്തു പോയാൽ മതിയായിരുന്നു, ഇത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ തോന്നി. അപ്പോൾ അതിന് ബേസിക് റീസൺ എന്ന് വെച്ചാൽ അത് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഫെയിലിയർ ആയിരുന്നു. അങ്ങനെ ഒരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ ഇപ്പം ഞാൻ പഠിക്കാൻ അത്യാവശ്യം എടുക്കാനായിരുന്നു. അത്യാവശ്യം ക്ലാസ്സിലൊക്കെ നല്ല മാർക്കും ഫസ്റ്റ് റാങ്കും ഒക്കെ ഏതാണ്ടൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഞാൻ എഞ്ചിനീയറിംഗ് എനിക്ക് ചുമ്മാ അഡ്മിഷൻ കിട്ടി. ചുമ്മാ അല്ല, പഠിക്കാൻ പഠിക്കുന്നതുകൊണ്ട് അഡ്മിഷൻ കിട്ടി. ഒരു ജോലി എനിക്ക് വേണമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ വെറുതെ പോയി എനിക്ക് ജോലി കിട്ടി. ഞാൻ ഒരു കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ മാട്രിമോണിയിൽ അപ്ലൈ ചെയ്തു, അത് കല്യാണം നടന്നു. ഞാൻ ഒരു സിനിമ ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാൻ സീരിയൽ ചെയ്തു, എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. എൻ്റെ സീരിയലൊക്കെ ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. ഞാൻ ഒരു സിനിമ ചെയ്യാൻ ടോട്ടൽ ഔട്ട് സൈഡർ ഒന്ന് ചെയ്തു, പാസഞ്ചർ ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് ഫെയിലിയർ. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റിയില്ല. ഞാൻ ഭയങ്കര ഡിപ്രഷനിലോട്ടൊക്കെ പോയി. എനിക്ക് അതിന് പുറത്ത് ഞാൻ കുറേ ട്രാവൽ ചെയ്തു. അവസാനം പൃഥ്വിരാജ് എന്നോട് പറഞ്ഞു, ഇതിന് ഒറ്റ വഴിയുള്ളൂ, അടുത്ത സിനിമ ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ മോളി ആൻഡ് റോക്സ് എന്ന സിനിമ ആലോചിച്ചത്. അത് കഴിഞ്ഞിട്ട് 2011 അർജുൻ സാക്ഷി വന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഫ്ലോപ്പ് ഉണ്ടാവുന്നത് 10 വർഷം, ഏതാണ്ട് 8 വർഷം കഴിഞ്ഞിട്ട് കമലയിലാണ്. അത്രയും സമയമുണ്ട്. കമല എന്നെ ഭയങ്കര മോശമായിട്ട് ബാധിച്ചു. കാര്യം അത് ഞാൻ ഭയങ്കര ഡിപ്രഷനിലോട്ട് തന്നെ. പക്ഷേ ഒരാഴ്ചയൊക്കെ, മറ്റു കുറേ കൂടുതലായിരുന്നു, ഒരാഴ്ചയൊക്കെ പോയി. അപ്പം ഇനി കുറച്ചുകൂടെ കുറയും. 2-3 ദിവസത്തിലൊക്കെ ആവണം. അതാണ് എൻ്റെ ബേസിക് സംഭവം. എന്താ പറയുക, ഇത് സത്യസന്ധമായ അതിലോട്ട് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് യു ഹാവ് ടു വർക്ക് ഓൺ ദ പ്രോസസ്, യു ഹാവ് ടു ബിലീവ് ഇൻ ദ പ്രോസസ്. റിസൾട്ടിലോട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങി റിസൾട്ട് എത്തില്ല. പക്ഷെ ഇത് പറയാൻ എളുപ്പവും ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ അതിലോട്ട് എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പൊ ചേട്ടന്റെ ഇൻസ്റ്റാ പേജ് നോക്കിയപ്പോ ഡ്രീമർ എന്ന് കണ്ടു, അതേപോലെ പ്രൊഡക്ഷൻ ഹൗസും ഡ്രീംസ് ആൻഡ് ബിയോണ്ട്. അപ്പം പൃഥ്വിരാജ് പേരിട്ടതാ, പേര് പോലും ഇല്ലായിരുന്നു. അപ്പം അവൻ എനിക്ക് തോന്നുന്നു അവന്റെ കമ്പനിക്ക് ഇടാൻ വെച്ച പേരാണ് ഡ്രീംസ് ആൻഡ് ബിയോണ്ട്. അതൊന്നും ഇടാൻ പറ്റിയില്ല, എനിക്ക് ഡ്രീംസ് ഇഷ്ടമാണ്, അല്ല അങ്ങനെ വന്ന് ചേരുന്നു. അതെ. അപ്പം ചേട്ടനും ഈ ഡ്രീംസും എത്രമാത്രം എന്താ പറയണ്ടേ അടുപ്പമുണ്ട്? ഡ്രീംസ് ആണ്. സ്വപ്നങ്ങളില്ലാത്തൊരു ജീവിതം എന്ത് ചെയ്തോ? ഭയങ്കര 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 ആധ്യാത്മിക തലത്തിലുള്ള ആൾക്കാരൊക്കെ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ ലൈഫ് ബിക്കം സോ ബോറിങ് ആൻഡ് മൊണോട്ടണസ്. അപ്പോൾ ഡ്രീംസ് എപ്പോഴും വേണം. അത് എനിക്ക് വേണം, എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി എനിക്കിപ്പം പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്നൊരു സിനിമ. അതാണ് എല്ലാ ദിവസവും എൻ്റെ ഡ്രീം. അപ്പോൾ അതിലോട്ട് ഞാൻ എന്തെങ്കിലും ഒരു ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലോ എന്തെങ്കിലും ഒരാളെ ഫോൺ വിളിക്കുമോ, അത് ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു പ്രേരണയായി ജീവിക്കാൻ വേണ്ടി. ഡ്രീംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എല്ലാവർക്കും ഡ്രീംസ് വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആ ഒരു ലേണിംഗ് എപ്പോഴും എനിക്ക് തോന്നുന്നു ചേട്ടന്റെ കൂടെ ഉള്ള ഒരാളാണെന്ന് തോന്നി. ലേണിംഗ് എന്ന് പറയുന്ന സംഭവം, അത് എന്ത് ചെറിയ കാര്യമാണെങ്കിലും പഠിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ചേട്ടന്റെ വർക്കിലാണെങ്കിൽ നമുക്ക് കാണാം. ഇപ്പം ചേട്ടൻ ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം എന്റെ ഫ്രണ്ട് ചോദിക്കാൻ പറയുന്നത് 4 ഇയേഴ്സിന് സെക്കൻഡ് പാർട്ട് ഉണ്ടോ എന്നുള്ളത്. അപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ എനിക്ക് തോന്നുന്നു 4 ഇയേഴ്സ് അവര് എവിടേക്കോ മറന്നുപോയ അവരുടെ കോളേജ് പ്രണയം അത് അത്രമാത്രം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ 4 ഇയേഴ്സിന് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ചോദിക്കുകയാണ് സെക്കൻഡ് പാർട്ട്. 4 ഇയേഴ്സ് അതിവിടെ തിയേറ്ററിൽ വിജയിച്ച സിനിമയൊന്നുമല്ല. എഗെയിൻ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. ഐ ആം വെരി പ്രൗഡ് ഓഫ് ദാറ്റ് ഫിലിം. ബിക്കോസ് ആ ഫിലിം എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് ലൈക്ക് ഞാൻ ഒരു കഥ എഴുതില്ലേ, അല്ലെങ്കിൽ ഒരു പോയട്രി എഴുതില്ലേ, അതുപോലെയാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണെന്നല്ല പറഞ്ഞേ. അതിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള മറ്റെല്ലാ സിനിമകളും അതിലെപ്പോഴും ഒരു കമേഴ്ഷ്യൽ എലമെന്റ് ഉണ്ട്. ഇപ്പം ഞാൻ ഈവൻ കമല ചെയ്തപ്പോൾ അത് പൊളിഞ്ഞു പോയി, പക്ഷേ ഇറ്റ് വാസ് എ കമേഴ്ഷ്യൽ എക്സ്പെരിമെന്റ് വിച്ച് ഡിഡ് നോട്ട് വർക്ക്. ഇപ്പം സണ്ണി ചെയ്തപ്പോൾ ഇറ്റ് വാസ് ഡിസൈൻഡ് ഫോർ എൻ OTT ഫിലിം. അതിപ്പോൾ ആമസോൺ പ്രൈമോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സോ ഇല്ലെങ്കിൽ ആ സിനിമ ഉണ്ടാവില്ല, ഞാൻ ആ സിനിമ ഉണ്ടാക്കില്ല. 4 ഇയേഴ്സ് ചെയ്തപ്പോൾ വെറുതെ ഞാൻ പറഞ്ഞ എനിക്കിഷ്ടമുള്ള പ്യൂർലി എനിക്ക് മാത്രമായിട്ടൊരു സിനിമ. ലൈക്ക് എൻ്റെ എല്ലാ സിനിമകളിലും ഇനി എത്ര കാലം കഴിഞ്ഞാലും അത് 4 ഇയേഴ്സ് തന്നെയാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ദാറ്റ്സ് ഓൺലി ഫിലിം വിച്ച് ഐ വുഡ് ലൈക്ക് ടു ഗോ ബാക്ക് ആൻഡ് വാച്ച് ആൻഡ് ഐ വിൽ ഫീൽ പ്രൗഡ് ഓഫ് ദാറ്റ് ഫിലിം ബിക്കോസ് ഐ കുഡ് മേക്ക് ഇറ്റ്. അത് സിനിമ അറിയുന്ന ഒരുപാട് പേര് എന്നെ വിളിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളത്. ബിക്കോസ് അത് ഭയങ്കര അഗെയിൻ ഇറ്റ്സ് അബൌട്ട് നമ്മുടെ ഒരു ഫിയർ ഓഫ് ഫെയിലിയറിനെ പരിപൂർണ്ണമായിട്ട് അതിജീവിച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആ സിനിമയ്ക്ക് ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ സ്കോപ്പ് എനിവർ. OTT-യിലായിക്കോട്ടെ, അത് തിയേറ്ററിലായിക്കോട്ടെ, എവിടെയും അങ്ങനെ ഭയങ്കര സ്വീകരിക്കാവുന്ന ഒരു കഥയല്ല അത്. പക്ഷേ എൻ്റെ കോളേജിൽ എനിക്കത് എക്സ്ട്രീംലി പേഴ്സണലാണ്. ബിക്കോസ് ഞാൻ പഠിച്ച അതേ കോളേജിൽ ആഫ്റ്റർ 25 years ഐ കുഡ് ഗോ ബാക്ക് ആൻഡ് മേക്ക് എ ഫിലിം വിച്ച് ഐ എം കംപ്ലീറ്റ്ലി ഇൻ ലവ് വിത്ത് എന്നുള്ളതുകൊണ്ട് അതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഫിലിമാണ്. എനിക്ക് 2026 November 25th അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറക്കണമെന്നുണ്ട്. അതിൻ്റെ ആഫ്റ്റർ 4 years എന്നാണ് പേര്. അപ്പോൾ അതിൻ്റെ തേർഡ് പാർട്ട് ഉണ്ട്. എനിക്ക് 2030 November 25th ഇറക്കണമെന്നുണ്ട്. 4 years later എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഈ ജയഗണേഷൊക്കെ ഓടണം. ഇതിൻ്റെ പൈസ അതെന്തെങ്കിലും പൈസ പോകും. അപ്പോൾ ഇതിൻ്റെ പൈസ കൊണ്ടാണ് അത് ഉണ്ടാക്കാൻ. എൻ്റെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ചിരിക്കും അത് ഉണ്ടാക്കുന്നത്. അല്ല, അത് ഉണ്ടാക്കുമായിരിക്കാം, എവിടെ ഉണ്ടാക്കുന്നുള്ളത്. അതിൻ്റെ ഫോർമാറ്റ് ഇസ് വെരി സിമ്പിൾ. അതായത്
4 years കണ്ടിട്ടില്ല എനിക്ക് മനസ്സിലായി. 4 years ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടുണ്ട്. അപ്പോൾ അത് 2 lovers അതെ അതെ ലാസ്റ്റ് ഡേ ഓഫ് ദർ കോളേജ്. അതെ അപ്പോൾ ഇറ്റ് ends with the promise that they will meet 4 years 4 later. years അതെ. അപ്പോൾ സെക്കൻഡ് കഥ എന്ന് പറഞ്ഞാൽ 4 years later. അത് എവിടെ എൻ്റെ സാമ്പത്തികം അനുസരിച്ച് ചിലപ്പോൾ അത് അമേരിക്കയിലാവാം അവർ മീറ്റ് ചെയ്യുന്നത്, അത് പാരീസിലാവാം, അതെ അത് ദുബായിലാവാം, ബോധങ്ങൾ തന്നെ ആവാം. നമ്മുടെ അന്നത്തെ അവസ്ഥ അനുസരിച്ചിരിക്കുക കഥ പോലെ. 4 years laterൽ അത് കംപ്ലീറ്റ് ആവും. ഞാൻ ഒരു ഐഡിയ ഉണ്ട്. അത് വരും എന്നൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അല്ല, ആഫ്റ്റർ 4 years ഏകദേശം രൂപൻ്റെ ഉണ്ട്, 4 years laterൻ്റെ ഉണ്ട്. അപ്പോൾ ആഫ്റ്റർ 4 years വിൽ ബി മോർ എക്സ്പെരിമെന്റൽ. 4 years later വിൽ ബി ടോട്ടലി എക്സ്പെരിമെന്റൽ. എനിക്ക് സിംഗിൾ ഷോട്ടിൽ ഒരു ഫിലിം ഒക്കെ എടുക്കണമെന്നുണ്ട്. അങ്ങനെ അത് പെർഫോം ചെയ്യാനൊക്കെ ഭയങ്കര പണിയാണ്. ബിക്കോസ് ഇറ്റ്സ് പ്യൂർലി ടോക്ക്. എനിക്ക് അങ്ങനെ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. ദാറ്റ്സ് എ ഫിലിം which I'm really looking forward to. യെസ്. അപ്പോൾ 4 yearsൽ ഒരു സീൻ ഉണ്ടല്ലോ, ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം ഷോൾഡറിൽ സർജാനോ കിടക്കുന്നത്. അപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഷോൾഡർ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ വേണം. അത് ആരുടെ ഷോൾഡറും ആകാം. അപ്പം ചേട്ടന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഡൗൺ തോന്നുമ്പം ഉള്ള ഒരു ഷോൾഡർ ആരാണ്? ഞാൻ തന്നെ. അതെയോ? ആരോടും അങ്ങനെ ഷെയർ ചെയ്യാ അങ്ങനത്തെ? ഷെയർ ചെയ്യും, പക്ഷേ അങ്ങനെ ഷോൾഡർ ഒന്നുമില്ല ആക്ച്വലി. അതാണ് സത്യം. എന്നെ ഞാൻ തന്നെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. അല്ല, എനിക്ക് വീട്ടിൽ ഭാര്യയോട് പറയാം, അല്ലെങ്കിൽ അമ്മയുണ്ട് എന്നൊക്കെ ആണെങ്കിൽ അതങ്ങ് ആ ടൈപ്പ് ഷോൾഡർ അല്ല. അതൊന്നും മനസ്സിലായി. അങ്ങനത്തെ ഒരു ഷോൾഡർ ഇല്ല ആക്ച്വലി. ലൈക്ക് അത് നമ്മൾ ഇത് ഈ പ്രോസസ് ഇത് എക്സ്ട്രീംലി. ഇപ്പോൾ അവർക്ക് ഇപ്പോൾ എൻ്റെ വൈഫ് ഇസ് നൗ ഷീസ് എ പ്രൊജക്ട് മാനേജർ ഇൻ ഏണസ്റ്റ് ആൻഡ് യങ്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ജോലി തിരക്കുകളുണ്ട്. അപ്പോൾ ഈ സിനിമ എന്താണെന്ന് മനസ്സിലാവണമല്ലോ. ഇപ്പം എൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഒരു സിനിമ വിജയിച്ചാൽ എനിക്ക് പ്രശ്നങ്ങളുണ്ടാവും, എനിക്ക് പരാജയപ്പെട്ടാൽ പ്രശ്നങ്ങളുണ്ടാവും, ചിലപ്പോൾ ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും. അത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ടെൻഷൻ അടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ഞാനത് അങ്ങനെ ടെൻഷനും ആവാറില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പം ഞാനത് മാനേജ് ചെയ്ത് ഇങ്ങനെ പോകും. ഞാൻ തന്നെയാണ് എൻ്റെ ഷോൾഡർ. അത് അങ്ങനെ ആവുന്നത് ഭയങ്കര നല്ലതാണ്. അത് നമുക്ക് നമ്മുടേതായിട്ട് ഷോൾഡർ എപ്പോഴും ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പോൾ മറ്റു ഷോൾഡർ ഈ ഷോൾഡർ കൊടുക്കുന്നത് ഒരു ഭാരമാണ് കുറച്ച് കഴിയുമ്പോൾ. മറ്റേ ആൾക്കൊരു ഭാരമായി തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് എൻ്റെ ഒരു ഉപദേശം. അതെ. പിന്നെ നമുക്ക് വേണ്ട സമയത്ത് ഷോൾഡർ കിട്ടിയില്ലെങ്കിൽ പിന്നെ അതിനുപരി ആ ഷോൾഡർ വേദനിക്കും കുറെ കഴിയുമ്പോൾ. അപ്പോൾ ആ ഷോൾഡർ ഉണ്ടെങ്കിൽ അതിനെ ബുദ്ധിമുട്ടിക്കാതെ വെക്കുക എന്നുള്ളതാണ് നമ്മൾ സൗഹൃദത്തിൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു സ്റ്റാറിന് പരിചയമുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ സിനിമയുടെ ഒരു കാര്യം ചെയ്യാൻ പറയാം, ഞാൻ ഒരിക്കലും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം യു ഷുഡ് നെവർ ആസ്ക് സംതിങ് ടു സംബഡി ടു ഹും അയാൾക്ക് എന്നോട് നോ പറയാൻ പറ്റാത്ത ഒരാളോട് ഞാൻ ആവശ്യപ്പെടില്ല. അങ്ങനെ ആവശ്യപ്പെടുമ്പോഴാണ് അത് മോശമാവുന്നത്. ആ ഷോൾഡർ അവിടെ നിന്നോട്ടെ, അത്യാവശ്യമാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ എന്നും എനിക്ക് ഷോൾഡർ വേണമെന്ന് പറഞ്ഞാൽ ആ ഷോൾഡർ വന്ന ആൾക്ക് ബോറടിക്കും, അയാൾക്ക് നിങ്ങൾ മടുക്കും. അതാണ് അതിന്റെ സത്യം അല്ലേ? അതാണ് സിനിമയിൽ സംഭവിച്ചത് അതിന്റെ നായകന്. പക്ഷെ തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് അവന് കുറച്ച് കഴിയുമ്പോൾ. നമുക്ക് അങ്ങനെ അയ്യോ പാവം എന്നൊക്കെ തോന്നും. ഞാൻ അതാ പറഞ്ഞത്, ഈ അയ്യോ പാവം എന്ന് ഒരാളെ പറ്റി തോന്നുന്നത് എനിക്ക് വളരെ ചീപ്പായിട്ടുള്ളൊരു ഫീലിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അതിനായിട്ടും ഭേദം വൃത്തിയായിട്ടെന്ന് തോന്നുന്നു. ഒരാളെ പറ്റി അയ്യോ പോകുന്ന നമുക്ക് വിഷമം. എനിക്കതാ ഞാൻ നേരത്തെ പറഞ്ഞു, അങ്ങനെ തോന്നണ്ട. എന്നെ കുറിച്ച് ആർക്കും തോന്നണം എനിക്ക് വൃത്തിയായിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. അതെ, പക്ഷെ അതിൽ ശരിക്കും ആ ഫീമെയിൽ ക്യാരക്ടർ അത്രയും എനിക്കെന്താ വേണ്ടത് എന്നുള്ളതിനെ പറ്റി കുറച്ചും കൂടി. പക്ഷെ അതെല്ലാം മാറും സെക്കൻഡ് പാർട്ടിൽ. അങ്ങനെയല്ല ഒരു ജീവിതം, അങ്ങനെയല്ല മാറാൻ. അപ്പൊ എന്താണെങ്കിൽ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് പേര് കാണട്ടെ. ഇപ്പൊ ഈ കോൺവെർസേഷൻസ് എനിക്ക് തോന്നുന്നു ചേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന് തോന്നിയിട്ടുണ്ട്. അതേപോലെ ചേട്ടൻ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഏറ്റവും നല്ല സംസാരങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇന്നസെന്റ് ചേട്ടനുമായിട്ടാണ് എന്നുള്ളത്. അപ്പം ആ ഒരു മെമ്മറി ഒന്ന് ഷെയർ ചെയ്യാവോ? അയ്യോ, ഇന്നസെന്റ് ചേട്ടൻ വാസ് ലൈക്ക് എ ലെജൻഡ് ഇൻ ഇറ്റ്സ് ട്രൂ സെൻസ്, എ ജീനിയസ്. അത് പറയുമ്പോൾ എത്ര പേര്, ഞാൻ തമാശയ്ക്ക് പറയുന്നൊന്നുമല്ല, പുള്ളിനെ അറിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് എല്ലാം മനസ്സിലാവും. പുള്ളിയുടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ്, വേൾഡ്, ഗ്ലോബ്, ഫിലോസഫി എല്ലാം ഭയങ്കര ഡീപ്പാണ്. ഭയങ്കര ഡീപ്പ് ആന്ന് പറഞ്ഞാൽ പുള്ളി നമ്മളൊരിക്കലും ഫീൽ ചെയ്യില്ല. തമാശയിലാണല്ലോ പറയാം, പക്ഷെ പറയുന്നതൊക്കെ ഭയങ്കര കാര്യങ്ങളായിരിക്കും ഒരു ഘട്ടം കഴിയുമ്പോൾ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പുള്ളിയുടെ അടുത്ത് 5 മിനിറ്റ് സംസാരിക്കുക എന്നുള്ളതാണ്. 5 മിനിറ്റ് സംസാരിച്ചാൽ 5 മിനിറ്റിൽ വരാൻ പോകുന്ന അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. സംസാരിച്ച് അത്രയും ലൈഫിൽ അത്ര എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ആ എക്സ്പീരിയൻസിനെ വേറെ നോക്കി കാണുകയും അങ്ങനെയൊക്കെ വന്നിട്ടുള്ളത്. പുള്ളിയുടെ ഒരു ദിവസം പറഞ്ഞു, ഞാൻ ഡൽഹിയിൽ ഇങ്ങനെ MP ആയിരിക്കുമ്പോൾ നടക്കാൻ പോകുമ്പോൾ അവിടെ ഷൂ നന്നാക്കുന്ന ഒരാൾ പണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഓർമ്മയുണ്ട്, പണ്ടെന്ന് പറഞ്ഞാൽ നടനായിരുന്ന പണ്ടത്തെ കാലത്ത് പോയിരുന്നു. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, നമുക്കൊന്ന് പോടി, അവിടെ നിന്ന് പോയിരുന്നു, അയാളൊന്ന് കാണണം. അപ്പോൾ അതേ സ്ഥലത്ത് അയാളുടെ മകൻ ഇരിപ്പുണ്ട്, അയാൾ പോയി. അപ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നും, ബട്ട് ദർ ഇസ് എ വെരി ഡീപ് ഫിലോസഫി ഇൻ ദിസ്. പുള്ളിക്ക് അത് മനസ്സിലാക്കിയിട്ട് പുള്ളി പറയുന്നു. അങ്ങനെയല്ലേ? അങ്ങനെ എനിക്ക് പെട്ടെന്ന് കണക്ട് ആവും. എനിക്ക് ഭയങ്കര മിസ്സിംഗ് ഒന്നുമില്ല. കാര്യം പുള്ളി മരിക്കുന്ന സമയത്തിന്
മുമ്പ് എല്ലാ ആഴ്ചയിലും ഒരു പ്രാവശ്യം വിളിക്കും. എന്നെ മാത്രമല്ല എല്ലാവരും വിളിക്കും. വിളിച്ചിട്ട് ഒരു തമാശ പറയും. അപ്പോൾ നമ്മൾ ചിരിച്ചു കൊടുക്കുക. ഓക്കെ എന്ന് പറഞ്ഞ് വയ്ക്കും. അങ്ങനെ അപ്പം അത് അങ്ങനെ ചില അപൂർവ ജീവിതങ്ങൾ നമുക്ക് അവരെ എൻകൗണ്ടർ ചെയ്യാൻ അവരുടെ ഒരു പീസ് നമുക്ക് ചെറുതായിട്ട് കിട്ടിയെന്നുള്ളൊരു ഭാഗ്യം. തീർച്ചയായും. അപ്പൊ ഈ കോൺവെർസേഷൻ പറഞ്ഞപ്പം ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ സാധാരണ നമ്മൾ ഈ ചെറിയ കുട്ടികളോട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ചെറിയ കുട്ടികളല്ലേ, അവർക്ക് അങ്ങനെ അധികം മനസ്സിലാവില്ല എന്നുള്ളൊരു ഇത്. കുറച്ചുകൂടി പ്രായമാകുമ്പോഴേക്കും ഓക്കെ അവർക്ക് ഇപ്പം മനസ്സിലാക്കാനുള്ള ഒരു ബോധമൊക്കെ ഉണ്ട്, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് 2 ഫേസ് അല്ലാണ്ട് ഇതിന്റെ നടുവിലുള്ള ഒരു ഫേസ് ഉണ്ട്. അവിടെയാണ് കുട്ടികൾ, ഇപ്പൊ പേരൻസ് ആണെങ്കിലും മുതിർന്നവരാണെങ്കിലും അവർ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അവരെങ്ങനെ സംസാരിക്കുന്നതൊക്കെ പഠിക്കുന്ന ഒരു ഫേസ് ഉണ്ട്. ആ ടൈമിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അവരുമായിട്ട് കോൺവേഴ്സ് ചെയ്യേണ്ടതെന്ന്. അതെനിക്ക് ചേട്ടൻ പറഞ്ഞപ്പം മിക്ക വീടുകളിലും ചിലപ്പം ആളുകൾ മിസ് ഔട്ട് ചെയ്ത് പോകുന്നതും ഇത്തരത്തിലുള്ള കോൺവെർസേഷൻ ആണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ എത്രമാത്രം ഇത്തരത്തിലുള്ള കോൺവെർസേഷൻസ് വീടുകളിൽ വേണം എന്ന് നിർബന്ധം ഉണ്ട്? എൻ്റെ കുട്ടികൾ 2 പേരാണ്. അവരോട് പലപ്പോൾ 5 മിനിറ്റ് അവരോട് സംസാരിക്കും. സംസാരിച്ചിട്ട് അവരെ വിളിച്ചിട്ട് വല്ലതും കേൾക്കുന്നുണ്ടോ, ഞാൻ മൂളിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഞാൻ പണ്ട് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അങ്ങനെയാണ്. ടീച്ചർമാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റുഡൻറ്റ് ഞാനാണ്. കാരണം എപ്പോഴും തലാട്ടിക്കൊണ്ടിരിക്കും, ഞാനിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ അവിടെ നോക്കുമ്പോൾ ഒരാൾ പഠിപ്പിക്കാൻ കൊള്ളാം, ബാക്കി ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ എന്ത് പറയാൻ വെച്ചോണ്ടിരിക്കുക, പക്ഷെ തല എന്നെ നോക്കുമ്പോൾ കറക്റ്റ് തലാട്ടും. ഇതും ഇപ്പോഴും അത് തന്നെ എൻ്റെ സ്വഭാവം. അപ്പം എനിക്ക് അങ്ങനെ സെലക്റ്റീവ്, ഞാൻ അത്യാവശ്യം നല്ല ലിസണറാന്ന് എനിക്ക് തോന്നുന്നു, പക്ഷെ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ ഇത് ഞാൻ പലപ്പോഴും മിസ് ഔട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇപ്പോൾ ഓഫ് ലൈറ്റ് കൊള്ളാം. ഞങ്ങളിപ്പോൾ ചില കാര്യങ്ങളുണ്ട്, ഞങ്ങളിപ്പോൾ എല്ലാ സൺഡേയും പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഉള്ളപ്പോഴൊക്കെ. അല്ലെങ്കിൽ ഞാൻ വരുവാണെങ്കിൽ മറ്റൊരു ദിവസം, അല്ലെങ്കിൽ വൈഫില്ലെങ്കിൽ മറ്റൊരു ദിവസം, അല്ലെങ്കിൽ മോനില്ലെങ്കിൽ മറ്റൊരു ദിവസം. ഒന്നത് പിന്നെ ഞങ്ങളിപ്പോൾ ഒരുമിച്ചിരിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഇപ്പോൾ റൈറ്റ് നോ നല്ലൊരു ഫേസാണ് ലൈഫിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്താ വെച്ചാൽ സിനിമയിലാണെങ്കിലും എനിക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഉണ്ട്, ലൈക്ക് വാട്ട് ഐ വാണ്ട് ടു ഡു എക്സെട്ര എക്സെട്ര. മൂവിങ് ഫോർവേഡ് ആസ് എ ഫിലിം മേക്കർ എന്നൊരു തോന്നലുണ്ട്. അപ്പം അതിന് ഇറ്റ്സ് അതും കമേഴ്ഷ്യൽ സക്സസ് കൊണ്ട് വേണം അതിന്. ബട്ട് ഈവൻ വിത്തൗട്ട് ദാറ്റ് ഐ ഫീൽ ഐ എം ഗുഡ്, ഐ എം ഡൂയിങ് ഗുഡ്. പിന്നെ ഫാമിലി ലൈഫ് ഒന്നും കുഴപ്പമില്ല, ഹെൽത്ത് വലിയ കുഴപ്പമില്ല. അപ്പോൾ അത് മൊത്തം വലിയ കുഴപ്പമില്ല, നന്നായി പോകുന്നു. ഇപ്പൊ ജയഗണേഷിന്റെ എഡിറ്ററെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം പ്രേമലു വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അമൽ ആണ് എഡിറ്റർ. പക്ഷെ ഈ സമയത്ത് എഡിറ്റിംഗ് ഇത് ഇവൻ ചെയ്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഇത്രമാത്രം സെലിബ്രേറ്റ് ചെയ്യപ്പെടാത്ത ഒരാളാണല്ലോ. അപ്പൊ എങ്ങനെയാണ് ശരിക്കും? അവനാണ് 4 ഇയേഴ്സിന്റെ എഡിറ്റർ. അതെ, അതെ നമുക്കറിയാം. എഡിറ്റർ ഞാൻ ഇവനെ കാണുന്നത് സണ്ണി ചെയ്യുമ്പോൾ ഞങ്ങൾ ഹൈറ്റിലാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും ഹൈറ്റിലാണ് ഷൂട്ട് ചെയ്ത്. 10-22 പേരുള്ളൂ, എത്ര പേര് ഷൂട്ട് ചെയ്തത്. അപ്പം അന്ന് ഷമീറിൻ്റെ അസിസ്റ്റൻ്റാണ് സംഗീത്. അങ്ങനെ സ്പോട്ട് എഡിറ്ററായിട്ടാണ് സംഗീതനെ ആദ്യം മീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഒന്നാമത് എനിക്ക് സ്പോട്ട് എഡിറ്റർമാരോട് വലിയ ഇല്ല, ഞാൻ സ്പോട്ട് എഡിറ്റിംഗ് കാണാറില്ല. എന്തോ എനിക്ക് ഞാൻ ഇവിടെ എല്ലാം ഓക്കെ മതി, ഞാൻ കാണുന്നില്ല. എനിക്ക് ഫൈനൽ എഡിറ്റിലിരിക്കാനാണ് ഇഷ്ടം, ഞാൻ കാണാറില്ല. പക്ഷേ ഇവൻ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇവൻ ഭയങ്കര മ്യൂസിക് സെൻസ് ഉള്ളൊരു പയ്യനാണ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത്. അത് പിന്നെ അവനെ കണ്ട ഒരു ഇർഫാൻ ഖാൻ്റെ ചായ ഉണ്ട്. അപ്പം ഞാൻ ഇർഫാൻ എന്നൊക്കെ വിളിക്കാറില്ല അവനെ അന്നേ. അപ്പം അവനെ അപ്പം ആ മ്യൂസിക് സെൻസാണ് അവനെ ഭയങ്കര ആകർഷിച്ചത്. ഇപ്പോൾ സണ്ണി ഭയങ്കര ഒരു മ്യൂസിക്കലായിട്ടുള്ള ഫിലിം, അതിൽ അവൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതായത് മ്യൂസിക് ഇൻ ടേംസ് ഓഫ് അവനിപ്പോൾ ഡെമോ മ്യൂസിക് ഇടുന്നത് പലപ്പോഴും പക്കയാണ്. അതായത് നമുക്ക് അതിൻ്റെ റെഫറൻസ് ഉപയോഗിച്ചാണ് ചെയ്യാൻ പറ്റാറുണ്ട് മ്യൂസിക്. അങ്ങനെ മ്യൂസിക് ലിസണിങ് വേണമല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 4 ഇയേഴ്സ് ആലോചിച്ചപ്പോൾ അത് ഭയങ്കര മ്യൂസിക്കലാണ് 4 ഇയേഴ്സ്. ആ കാരണം കൊണ്ട് തന്നെ അവൻ എഡിറ്ററായിട്ട് വെച്ചത്. 4 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ജയ് ഗണേഷിൽ ശരിക്കും അവൻ എഡിറ്ററായിട്ടല്ല ഉദ്ദേശിച്ചത്. എന്നുവെച്ചാൽ ഞാൻ വെച്ചു അത് അവനെ കൊണ്ട് താങ്ങുമോ, കാരണം അത് ഭയങ്കര കുറച്ച് വലിയ ഫിലിമാണ്, എഡിറ്ററുടെ ഫിലിമാണ് ആക്ച്വലി. കുറച്ച് എക്സ്പീരിയൻസ് അതിൽ വന്നാൽ നല്ലതാ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ട് അവനെ ഞാൻ വിളിച്ചില്ല. അപ്പം പ്രേമലു അഭിനയിക്കാനും പോയി. അപ്പോൾ ഇടയ്ക്ക് മെസ്സേജൊക്കെ അയക്കും, സാർ എന്തെങ്കിലും എന്നോട് പറയണം, നീ അഭിനയിക്ക് തൽക്കാലം പറഞ്ഞ് അങ്ങനെ പോയി. അത് കഴിഞ്ഞ് ഞാൻ വേറെ 1-2 എഡിറ്റേഴ്സിനെയൊക്കെ നോക്കി, കുറേ കൂടെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് എഡിറ്റേഴ്സ്. പക്ഷേ പ്രോബ്ലം ഇസ് ലൈക്ക് എനിക്കെപ്പോഴും ഒരു ടെക്നീഷ്യൻ ഞാൻ നോക്കുന്നത് അവരുടെ ടൈമാണ്. അപ്പോൾ ഐ വുഡ് ഓൾവേസ് പ്രിഫർ എ കോൺഫിഡൻറ്റ് ഗായ് ഹു ഇസ് റെഡി ടു ഗിവ് ഇൻ ദ 200% ദാൻ എ more talented guy who's not putting in their best or who doesn't have the time. അപ്പോൾ ഞാനൊരിക്കലും ഒരു പേര് സിനിമയിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആളൊരിക്കലും വെക്കാറില്ല. അതുകൊണ്ട് സിനിമയ്ക്ക് പേഴ്സണൽ ടീം വർക്ക് ആവശ്യമാണ്. ഇപ്പോൾ 2-3 നേരം നോക്കിയെങ്കിലും അത് പല ചർച്ചകളും അങ്ങനെ അവരുടെ അവൈലബിലിറ്റി ടൈം എക്സെട്ര ഒക്കെ ആയതുകൊണ്ട് ഒരു സംശയത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവൻ പ്രൈമലി ഷൂട്ടിങ് കഴിഞ്ഞിട്ട് വന്നു. അത് പറഞ്ഞു, സാർ എനിക്ക് എന്തെങ്കിലും അവസരമുണ്ടോ ഇങ്ങനെ മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ ഇങ്ങനെ സംശയിച്ച് നിൽക്കുക. അപ്പോൾ ഞാൻ അവന് സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തു, ഞാൻ വായിച്ചു നോക്ക് വെറുതെ.
ഷോം വായിച്ചതിനോട് ഭയങ്കര കിട്ടില്ല കുറേ സജഷനൊക്കെ പറഞ്ഞു. കുറേ എനിക്ക് എപ്പോഴും ഞാൻ ഒരു ടെക്നീഷ്യനെ വെക്കുക, എനിക്ക് സ്ക്രിപ്റ്റിലെ കുഴപ്പം കണ്ടുപിടിക്കുന്ന ആളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എൻ്റെ സ്ക്രിപ്റ്റ് വെച്ച് ഗംഭീര എന്ന് പറയുന്ന ആൾ ഒരിക്കലും എനിക്ക് ഇഷ്ടമില്ല. കാരണം അതെല്ലാവർക്കും പറയാൻ ഭയങ്കര എളുപ്പമാണ്. അത് വായിച്ച് അതിൽ കുഴപ്പം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് ഫിക്സ് ചെയ്യാം. എനിക്ക് നാട്ടുകാർ കണ്ടുപിടിക്കും. ഇപ്പോഴും ആ സിനിമയിൽ കുഴപ്പങ്ങൾ ഉണ്ടാവാം, പക്ഷെ കുറേയൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ. അപ്പൊ ഇവൻ കുറേ സജഷൻസ് പറഞ്ഞപ്പോൾ അപ്പം എനിക്ക് കൊള്ളാന്ന് തോന്നി. അപ്പം ഓക്കേടാ ഓക്കെ പറഞ്ഞിട്ട് പിന്നെ വേറെ പറഞ്ഞു വെച്ച ആൾക്കാരൊക്കെ വേണ്ടെന്ന് പറഞ്ഞല്ലോ. കുറേ അതൊക്കെ കഴിഞ്ഞ് അവന് കല്യാണമാണ്. അപ്പോൾ അവന് കല്യാണമാണ് ആ സമയത്ത്, ഷൂട്ടിംഗ് സമയത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചു കല്യാണം തിരക്കല്ലേ? ഇല്ല, എനിക്കങ്ങനെ ഒരു തിരക്കില്ല. കല്യാണത്തിന്റെ ഒരു ദിവസത്തെ കാര്യം മാത്രമല്ല, അല്ലാതെ എനിക്ക് വേറെ പണിയില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചോണ്ടിരുന്നു കല്യാണം വന്ന് 2-3 ആഴ്ച ഉണ്ടാവില്ലേ? ഇല്ല, ഞാൻ ഒരു ദിവസം എന്താ സാർ വല്ലതും ഉണ്ടോ? ഇല്ല. എന്നിട്ട് ഞാൻ അങ്ങനെ ഒരു ദിവസം പറഞ്ഞു അല്ലടാ നമുക്ക് ചെയ്യാം. അപ്പം ഭയങ്കര ഹാപ്പി അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. ആൻഡ് അവൻ്റെ കോൺട്രിബ്യൂഷൻ ടു ദ ഫിലിം ഹാസ് ബീൻ ഇമ്മെൻസ്. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി നമ്മളെപ്പോഴും ആളെ ജഡ്ജ് ചെയ്യുക, അയാൾക്കൊരു സക്സസ് അതും റിലേറ്റീവ്ലി ചെറിയ പ്രായത്തിൽ വന്നു കഴിഞ്ഞാൽ അത് അയാളെ എങ്ങനെ ബാധിക്കുന്നുള്ളത്. അവന് ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവൻ ഇതിൽ സിനിമയിൽ കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ളൂ. അവൻ എന്നെ ഇപ്പോൾ പല വലിയ ഡയറക്ടേഴ്സ് എന്നെ വിളിച്ച് അവന് കണക്ട് ചെയ്യാൻ പറയുന്ന ഡയറക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതവനും അറിയാം. പക്ഷേ ഇപ്പോൾ ഈ സിനിമയുടെ മിക്സിങ് ചെന്നൈയിൽ നടക്കുമ്പോൾ അവൻ വന്നു എന്ന് പറഞ്ഞാൽ അവൻ വരേണ്ട ഒരു എഡിറ്റർ വരേണ്ട കാര്യമില്ല. അവൻ എഡിറ്റർ CG വെക്കണം. അപ്പോൾ അവൻ മിക്സിങ്ങിൽ എനിക്ക് കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ വന്നു. അവിടെ 2 ദിവസം കഴിയുമ്പോഴേക്കും CG കോംപ്ലിക്കേഷൻ ആയി. അപ്പം ഞാൻ പോവാണ് സർ, നേരെ ഇവിടെ വന്നു. അപ്പം അവൻ്റെ ഇൻവോൾവ്മെന്റ് ഭയങ്കര കൂടിയിട്ടേ ഉള്ളൂ. ഇന്ന് രാവിലെ തന്നെ നമ്മൾ ചെറിയൊരു കാര്യം ചെയ്തു. പിന്നെ അവനോട് പറഞ്ഞിട്ടാ നീ ഇന്നലെ ഒരു എഡിറ്ററാണ്, കാര്യം ഒരു 10 സിറ്റുവേഷനിൽ നീ വളരെ കൂളായിട്ടാണ് അത് കൈകാര്യം ചെയ്തത്. നീ എഡിറ്റിംഗ് വിടണ്ട, നിന്നെ ആക്ടിങ്ങിൽ നിനക്ക് ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഐ എം വെരി ഹാപ്പി ഫോർ നല്ല പയ്യന, അവൻ നല്ല ആക്ടറായിട്ടും എഡിറ്ററായിട്ടും സംവിധായകനായിട്ടൊക്കെ വരട്ടെ. അതെ, ഇപ്പം ഫ്രണ്ട്ഷിപ്പിന്റെ ഇങ്ങനെ കോൺവെർസേഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ശരിക്കും നമുക്ക് കാണാമെന്നുള്ളത്. അതേപോലെ എനിക്ക് തോന്നുന്നു ജയസൂര്യൻ ചേട്ടൻ തമ്മിലുള്ള ഒരു കോംബോ എനിക്ക് തോന്നുന്നു മലയാളികൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോംബോ ആണ്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം എന്ന് പറയുമോ? ഞങ്ങളുടെ സൗഹൃദം നമുക്ക് എന്തും സംസാരിക്കാം. അതിപ്പോൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം സൗഹൃദം. ഇപ്പോൾ ഞാൻ സാധാരണ ട്രൈ ചെയ്യാറുള്ളത്, ഒരു സിനിമ കഴിഞ്ഞാൽ ഞാൻ പതുക്കെ ആക്ടറിന്ന് പതുക്കെ ഡിസ്കണക്ട് ആവും. നേരത്തെ ഈ ഷോൾഡറിന്റെ പ്രശ്നം പറഞ്ഞല്ലോ, എനിക്ക് ഷോൾഡർ വേണ്ട, ആവശ്യമുള്ളപ്പോൾ ഉണ്ടായാൽ മതി. അപ്പോൾ ഷോൾഡർ കൂടിപ്പോയി കഴിഞ്ഞാൽ കുഴപ്പമാണ് എന്നുള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പതുക്കെ ഊരും. അതായത് ബന്ധം കുറച്ച് വന്ന് ആ സിനിമ രീതിയിൽ മതി. പിന്നെ അടുത്ത സിനിമ വേറെ ആക്ടറാണുള്ളൂ, അപ്പോൾ അയാളോട് ആ സമയത്ത് ഒരു ഷോൾഡർ ഒക്കെ ഉണ്ടാവും. അത് കഴിയുമ്പോൾ ഷോൾഡർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിക്കണം, അതാണ് നല്ലത്. അപ്പോൾ ജയൻ പക്ഷേ ഷോൾഡർ വിടുന്നില്ല. അങ്ങനെ തുടർച്ചയായി നമുക്ക് തന്ന് പിന്നെ നമ്മുടെ ഫാമിലീസ് തമ്മിൽ ഭയങ്കര ബന്ധമായി, കുട്ടികൾ വരെ ബന്ധമായി. ഇപ്പൊ ഭയങ്കര ബന്ധമാണ്. അതുകൊണ്ട് ലൈക്ക് വി ആർ ഗുഡ് ഫ്രണ്ട്സ്. അതിന് കൂടുതൽ ഡെഫിനേഷൻ വേണ്ടല്ലോ. സിനിമ ഞങ്ങൾ ചെയ്തിട്ടില്ല കുറച്ചാളായിട്ട്, നല്ല വി ആർ സ്റ്റിൽ ഫ്രണ്ട്സ്. അപ്പൊ ശരിക്കും ഫ്രണ്ട്സിന്റെ കൂടെ ഈ മൂവീസ് ചെയ്യാന്ന് പറയുന്നത് എത്രത്തോളം എളുപ്പമാണ്? അപ്പം അങ്ങനെയൊന്നുമില്ല, അല്ല അതിലൊരു കാര്യമില്ല. എനിക്കത് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം എനിക്കൊന്നാമത് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. ഇപ്പൊ ജയൻ മാത്രം അങ്ങനെ ഫ്രണ്ട്സ് എന്നൊക്കെ പറയാനുള്ളൂ. പക്ഷെ ഒരു സിനിമ വരുമ്പോൾ ആ സിനിമയിൽ എല്ലാവരും വന്ന് ഭവിക്കുകയാണ്. ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു സൗഹൃദം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ അത് കഴിഞ്ഞാൽ കട്ട് ആണ് എനിക്ക് താല്പര്യം. ഞാൻ എൻ്റെ ലോകത്ത് അടുത്ത കഥയോ വല്ലതും ഒക്കെ ആയിട്ടുള്ള അങ്ങനെ പോകാൻ എനിക്ക് താല്പര്യം. എനിക്കത് അല്ലാതെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് അവസ്ഥ വളരെ പൊട്ടയാണ്. അപ്പോഴാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുക, സ്പർദ്ധ ഉണ്ടാവും. ഞാനൊന്നും ആരോട്ട് ഉണ്ടാവാൻ എനിക്കൊന്നും പ്രതീക്ഷയില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. എൻ്റെ അടുത്തൊന്നും അങ്ങനെ ഉണ്ടാവാൻ ആവശ്യമില്ല വേറെ ആൾക്ക്. അങ്ങനെ പ്രതീക്ഷ ആരും കൊടുക്കാറില്ല. അതുകൊണ്ട് അങ്ങനെ ഇല്ലല്ലോ. സിനിമ ഉണ്ടാക്കാൻ എളുപ്പമൊന്നുമല്ല. ഇപ്പം ഞാനും ജയൻ എന്ന് പറഞ്ഞാലും ഞങ്ങൾ എത്രയോ കഥകൾ ഡിസ്കസ് ചെയ്തു. ജയനെ വിളിച്ച് കുറെ കഥ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജയനോട് പറഞ്ഞിട്ടുണ്ട് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജയൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും കണക്ട് ആവുന്ന ചില കഥയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അത് പെട്ടെന്ന് സംഭവിക്കുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ സണ്ണി എന്ന് പറഞ്ഞ സിനിമ ഞാനൊരു ലോക്ക്ഡൗണിൻ്റെ സമയത്ത് 6 മാസമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ജയൻ വെറുതെ ഇരിക്കുകയാണല്ലോ. എന്നെ വിളിച്ച് എന്തായി വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, ഞാനിങ്ങനെ വിശ്രമത്തിലാണ്. കാരണം അതുകൊണ്ടല്ല, എനിക്കത് എഴുതി പൂർണ്ണമായിട്ടും പക്കയായി ഞാൻ റെഡി ആവാതെ ഒരു ആക്ടർ ഒന്ന് പെട്ടെന്ന് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സിനിമ ഫുൾ കുളവും. കാരണം ഒരാളല്ലേ ഉള്ളൂ, അപ്പോൾ അത് പക്കയാകണം. അങ്ങനെ എഴുതി പക്കയായപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഒക്ടോബർ 30 മറ്റോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടാലോ എന്നിട്ട് സ്ക്രിപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞാൻ എന്ത് പറഞ്ഞു, ലോക്ക്ഡൗണൊക്കെ തീരാറായി. അപ്പോൾ എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് ചെയ്താലാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഇല്ലെങ്കിൽ എൻ്റെ കോൺഫിഡൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഇത് ഭയങ്കര ടഫാണ്, ഒരാളെ വെച്ച് പടം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ നമുക്ക് 7-ാം തീയതി തുടങ്ങി, 7 ദിവസമുള്ളൂ. അങ്ങനെ ഷൂട്ട് ചെയ്ത പടം അത്. അങ്ങനെയുണ്ട് ചില കഥകൾ നിങ്ങൾ ആലോചിച്ച് തല്ലുപിടിച്ച് ചെയ്യേണ്ടെന്ന് വെച്ച കഥകളും എല്ലാം ഉണ്ട്. എളുപ്പമൊന്നുമല്ല. അത് കഥയാണ് ബേസിക്കലി. ഒരു സിനിമ നമുക്ക് ചെയ്യണം എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ സൗഹൃദത്തിന് വേണ്ടൊന്നും സിനിമ ആരും ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. അതിലർത്ഥമില്ല. കാരണം സിനിമ നമ്മൾ പ്രേക്ഷകരോടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് അല്ലേ. അപ്പോൾ പ്രേക്ഷകനെ പറ്റിക്കുന്ന പോലെയല്ലേ.
അതായത് ഇപ്പം ഞാൻ പാർവതിയുടെ ഫ്രണ്ടാണ്, എന്നാൽ എന്നെ ഹെൽപ്പ് ചെയ്യാനോ പാർവതിനെ ഹെൽപ്പ് ചെയ്യാനോ വെറുതെ ഉണ്ടാക്കുക ഒരു പൈസ കൊടുത്തോടെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഒരു സിനിമ ഉണ്ടാക്കി പ്രേക്ഷകൻ എന്തിനാണ് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത്? അപ്പോൾ അങ്ങനെ സിനിമ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഡയറക്ടർ എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് കയറിയിട്ട് ഫസ്റ്റ് ഷോട്ട് ഓർമ്മയുണ്ടോ? പിന്നെ എന്ന് പറയോ? ഷോട്ടിന് ഭയങ്കര കോമഡിയാണ്. ഞാൻ രാവിലെ തലേദിവസം തന്നെ പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യാനുള്ള ലൊക്കേഷൻ ഇല്ല. അതായത് വൈകിട്ട് 7 മണിയായി, നാളെ ഷൂട്ട് ചെയ്യണം, ലൊക്കേഷൻ ഇല്ല. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എന്താ ഈ മണി ഇപ്പോഴാണെങ്കിലും മനസ്സിലായിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, അന്ന് തീരെ ടെൻഷൻ ഇല്ല, എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത്രയൊക്കെയായാലും ഇനിയിപ്പോൾ ഉണ്ടാവും. അത് അവരെന്നെ കുറേ ഗസ്റ്റ് ഹൗസാണ്, ജഗതി ചേട്ടൻ്റെ സീൻസാണ് ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈസ് എ മിനിസ്റ്റർ ഗസ്റ്റ് ഹൗസിൽ. അപ്പം എന്നെ കുറേ ഗസ്റ്റ് ഹൗസ് കൊണ്ട് കാണിച്ചൊന്നും എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ആ ഡയറക്ടറെ പറഞ്ഞു ഇയാളായിരുന്നു പുതിയ ഡയറക്ടർ, ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ അങ്ങനെ കൊണ്ടുപോയി. അല്ലെ പക്ഷെ എല്ലാവരും നന്നാക്കാൻ ശ്രമിക്കുന്നു കേട്ടോ. എല്ലാവർക്കും ഒരു ഡിഫറെൻറ്റ് ഫിലിമാകുന്ന സംഭവമുണ്ട്. അപ്പം അതിൻ്റെ വിനോദ്, പ്രൊഡക്ഷൻ കൺട്രോൾ എല്ലാവരും ഇതിനെ കൂടുതൽ ബെറ്റർ സാധനത്തിലേക്ക്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കും, പിന്നെ അവരല്ല ഒന്നുകൂടെ നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ വൈകുന്നേരം ഒരു 7:30-ആയി. ദൈവമേ നാളെ 9 മണിക്ക് ഷൂട്ട് ചെയ്യണ്ടേ, ജഗതി ചേട്ടനൊക്കെ വരുമല്ലോ എന്ന് വെച്ചിട്ട് അപ്പം ആ തമ്മന ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു DD റിട്രീറ്റ് ഉണ്ട്, ഒന്ന് പോയി കണ്ടാലോ? ഞാനോ കാണാം. എനിക്ക് സിനിമ ലൊക്കേഷൻ അറിയില്ല. ഇവരെന്ന് വെച്ചാൽ അത് സ്ഥിരം ഷൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഈ പാഷൻ ഡിഫറെൻറ്റ് ഫിലിം ആയതുകൊണ്ട് എനിക്ക് സ്ഥിരം ഷൂട്ട് ചെയ്യുന്ന സ്ഥലം ഇവർ കാണിക്കാതിരിക്കുക. എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ലൊക്കേഷൻ ഉണ്ടാവും. അത് കണ്ടിട്ട് ഞാൻ പറയും പക്ക നമുക്കൊരു 20% സിനിമ തന്നെ ഷൂട്ട് ചെയ്യാനുള്ള സാധനം ഇവിടെ ഉണ്ട്. പല ലൊക്കേഷനായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ കിട്ടി. അന്ന് രാത്രി കൊണ്ടാണ് അതിൻ്റെ വേണ്ട സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്ത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഷൂട്ട് ചെയ്യാൻ അങ്ങനെ അത് ലൊക്കേഷനിലേക്ക് പോകുന്നു. അവിടെ എത്തിയിരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ അസോസിയേറ്റ് ആണ് പ്രജിത്ത്, വടക്കൻ സെൽഫിയൊക്കെ ചെയ്തില്ലേ, അവനാണ് അസോസിയേറ്റ്. അവൻ വന്ന് പറയാണ്, അല്ല ചേട്ടാ അതായത് സ്ക്രിപ്റ്റ് കാണാനില്ല. നമ്മൾ എന്ത് അല്ല അതായത് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, റൂം എടുത്തുകൊണ്ട് വരും. അല്ല അത് കാണാനില്ല, റൂമിലും കാണാനില്ല. ഓക്കെ ഒരു പാൻ പേപ്പർ നമ്മളായി കൊണ്ട് സ്ക്രിപ്റ്റാ പിന്നെ എഴുതി എഴുതി. എന്നിട്ട് അപ്പോൾ അതാ സുഖമായിട്ടും ഷൂട്ട് ചെയ്യാൻ വരുന്നു. ഞാൻ ഷോട്ടിനെ കുറിച്ച് ഒന്നും ആലോചിച്ചിട്ടില്ല. ഇപ്പം ആലോചിക്കും ഭയങ്കര കോമഡി. ഇപ്പോഴും അതൊക്കെ തന്നെ കേട്ടോ, ഒരു വിശ്വാസത്തിലേക്ക് പോകുന്നത്. സുഖേട്ടൻ അതാ പുള്ളി കൂളായിട്ട് തന്നെ വരുന്നു. രഞ്ജി നമുക്കൊരു ഹോളിവുഡ് സ്റ്റൈലിൽ പിടിക്കല്ല, അപ്പം നന്നായിരിക്കും, അത് അങ്ങനെ തന്നെ പിടിക്കുന്നത്. ഓക്കെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടല്ലോ, പിടിച്ചോളൂ. അപ്പോൾ ജഗതി ചേട്ടൻ അവിടെ മേക്കപ്പ് ചെയ്യാൻ പോയിരിക്കുന്നു. അപ്പം അത് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു കാര്യം. അതെങ്ങനെ എനിക്ക് വന്നോന്ന് അറിയില്ല. അപ്പം ഞാൻ ജഗതി ചേട്ടനോട് മേക്കപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഫസ്റ്റ് സീൻ എടുക്കാൻ പോകുന്നത് ജഗതി ചേട്ടനും മമതയും കൂടി ഇൻ്റർവ്യൂ ആണ്. സോന നായർ ലൈവിലോ വരുന്നു, അങ്ങനെ എന്തോ. അപ്പൊ ഇവരൊക്കെ അവിടെ ഉണ്ട്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഷോട്ടാ അത് എടുക്കുന്നത്. എനിക്കിനെ പറ്റി ഒന്നും അറിയാത്തോണ്ട് നമുക്കൊരു കോംപ്ലിക്കേഷൻ അറിയില്ല. അതൊക്കെ അവർ നോക്കുന്നുണ്ടല്ലോ, പ്രജിത്തും സുഖേട്ടനും കൂടി നോക്കുന്നുണ്ടല്ലോ എന്നാണ് എൻ്റെ വിചാരം. അപ്പം ഞാൻ പോയി ജഗദീശനോട് പറഞ്ഞു, ഞാൻ ജഗദീശനോട് പറഞ്ഞത്, പുള്ളി മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ ഒരു 15 മിനിറ്റ് സംസാരിച്ചു, ഈ ക്യാരക്ടറിനെ കുറിച്ച് സംസാരിച്ചു. ഈ ക്യാരക്ടർ എങ്ങനെ ഇവിടെ വരെ എത്തി എന്നുള്ളത് സിനിമയിലില്ല, എന്നിട്ട് ഇവിടെ വന്ന് ഇരിക്കുക എന്ന് പറഞ്ഞു. ആ പുള്ളി എന്നെ നോക്കി, ഓക്കെ എന്ന് മനസ്സിലായി. അത് ഞാൻ റൈറ്റർ ആയതുകൊണ്ട് വന്നതെന്ന് തോന്നുന്നു. അപ്പം അവർക്ക് അതാ വേണ്ടതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായത്. കാരണം അങ്ങനെ ആരും എല്ലാവരും വന്ന് സീനാണ് പറഞ്ഞു കൊടുക്കുക, സീനല്ല. ഞാൻ എന്തോ ആദ്യം പറഞ്ഞു കൊടുത്തതാ. ഞാൻ പിന്നീട് ഞാൻ പല ലെജൻസിനോടെയും വർക്ക് ചെയ്യാൻ ഭാഗ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ്റെ കൂടെ പിന്നെ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ചിലപ്പോൾ മനഃപൂർവ്വം ഇങ്ങനെ ഇമ്പ്രസ് ചെയ്യാൻ ഇനി വഴി മനസ്സിലായപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വന്ന് ജഗതി ചേട്ടനോട് പറഞ്ഞു, ജഗതി ചേട്ടന് അങ്ങനെ കുറച്ച് എന്നോട് താല്പര്യം തോന്നി. അങ്ങനെ വന്ന് ഞാനൊരു ആക്ഷൻ പറഞ്ഞു. പക്ഷെ ആ സ്ക്രിപ്റ്റ് ഞാൻ 6 വർഷം എഴുതിയതാ. എനിക്കത് കാണാപ്പാടം എന്ത് വേണമെങ്കിൽ എത്ര വർഷം വേണമെങ്കിൽ എഴുതാവുന്ന സ്ക്രിപ്റ്റാ. ഇപ്പോഴും ഇപ്പൊ ജനറേഷന്റെ ഒരു സാധനം പറഞ്ഞാൽ ഇപ്പൊ എഴുതും. ഇപ്പോ ഇനി മറന്നു പോകും കുറച്ച് കഴിയുമ്പോ. ഇപ്പൊ എന്താണെങ്കിലും വിഷു ഒക്കെയാണല്ലോ വരാൻ പോണേ. അപ്പൊ വിഷു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കാം. അപ്പൊ എന്തെങ്കിലും ഒരു നല്ല വിഷു ഓർമ്മ എന്തെങ്കിലും ഉണ്ടോ? വിഷു ഓർമ്മ, ഒരു വിഷുവിന് പടം പൊട്ടിച്ച് എൻ്റെ ഭാര്യയുടെ കൈ പൊള്ളി ഒക്കെ കേട്ടിട്ടുണ്ട് കല്യാണത്തിന് മുന്നേ. നല്ല ഓർമ്മയല്ല, കയ്യോ ശരീരഭാഗങ്ങളോ പൊള്ളിയെന്ന് കേട്ടിട്ടുണ്ട് പണ്ട്. വിഷു സംബന്ധിച്ചുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു തൃശ്ശൂർ, നമ്മളുടെ ഒരു കൂട്ടുകുടുംബമൊന്നുമല്ല, എന്നാലും നമ്മളെല്ലാവരും ചുറ്റുവട്ടത്തൊക്കെ താമസിക്കുന്നുണ്ട്. പണ്ടൊക്കെ നമ്മളുടെ ഒരു തറവാടുണ്ട്. അപ്പോൾ തറവാട്ടിൽ എല്ലാവരും വരും, അപ്പോൾ കൈനീട്ടമൊക്കെ കിട്ടും, സദ്യ ഒക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു ഒരു കാലഘട്ടം വരെ. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം വിഷു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വിഷു എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഞാൻ കൈനീട്ടം കൊടുക്കണം, അച്ഛനെ കൈനീട്ടം തരും, അച്ഛനും അമ്മയും. അതൊക്കെ തന്നെ കൊടുക്കൽ വാങ്ങൽ വിഷുവിന്. പിന്നെ സിനിമ കാണാൻ പോക്ക് ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ വിഷുവിന് ആദ്യമായിട്ട് എൻ്റെ ഒരു സിനിമ റിലീസ് ചെയ്യുന്നു. അപ്പോൾ അത് ആണ് അതിൻ്റെ ഒരു ഇത്. ഏതെങ്കിലും വിഷു സമയത്ത് സെറ്റിൽ ഉണ്ടായിട്ടുണ്ടോ? വിഷു സമയത്ത് രാമൻ്റെ തോട്ടം വിഷു സമയത്ത് ഞാൻ മിക്കവാറും സിനിമ ഷൂട്ട് ചെയ്യുക ഓഗസ്റ്റ് 17 തുടങ്ങാം, ഒരു നവംബർ അവസാനമൊക്കെ റിലീസ് ചെയ്യും. പുണ്യാളം തൊട്ട് തുടങ്ങിയതാണ്. പിന്നെ 6-7 കൊല്ലം അങ്ങനെയായിരുന്നു കുറേ സിനിമ. അല്ല അതുകൊണ്ടല്ല, ഞാനിപ്പം നവംബർ ഷൂട്ടിന് തുടങ്ങി,
അന്ന് റിലീസ് ചെയ്ത് ഇതും നവംബറിൽ അല്ല ഓഗസ്റ്റ് ഷൂട്ടിങ് തുടങ്ങി. ഒരു നവംബർ ഡിസംബറിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 5-6 മാസം സ്ക്രിപ്റ്റ് എഴുതാൻ വേണമല്ലോ അടുത്ത ഓഗസ്റ്റ്. ആ സമയമാവും. അങ്ങനെയാണ് അത് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഈ സമയത്ത് രാമൻ്റെ തൊട്ടും ആ വർഷം 2 സിനിമ ചെയ്തു. അതുകൊണ്ടാണ് അത് ചെയ്തത്. ഒരു പടം ഷൂട്ട് ചെയ്തു. പിന്നെ അതിൻ്റെ പുണ്യാളൻ 2 ചെയ്തു ആ വർഷം. അത് പിന്നീട് 2 കൊല്ലം ഇറങ്ങി. അപ്പോൾ അതുകൊണ്ടാണെന്നോ അതാണ് ചെയ്യാൻ കാരണം. അത് എനിക്ക് ഫെബ്രുവരിയിലെ ഷൂട്ടിംഗ് തുടങ്ങി. എൻ്റെ ബർത്ത്ഡേ ആ സമയത്ത് അവിടെ ആഘോഷിച്ചത് എനിക്ക് പറഞ്ഞു. രാമന്റെ ഏതെന്തോട്ടമൊക്കെ കണ്ടിട്ട് എൻ്റെ കിളി പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ 4 yearsൽ പറയുമ്പം ലവ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് വേറൊരു എന്താ പറയുക, ലവിന്റെ വേറൊരു ഷെയ്ഡ് എന്നൊക്കെ വിളിക്കാം. രാമന്റെ നമുക്ക് വേറൊരു ഷെയ്ഡ്. അപ്പം അങ്ങനെ പല രീതിയിലും പല ഭാവങ്ങളിലും ഇപ്പൊ ലവ് മാത്രമല്ല പല രീതിയിലുള്ള ത്രില്ലർ അല്ലെങ്കിൽ അങ്ങനത്തെ ജോണറിലൊക്കെ ഇനിയും ചേട്ടന്റെ സിനിമകൾ നമുക്ക് കാണാൻ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ജയ് ഗണേഷിനെ പറ്റിയിട്ട്. ജയ് ഗണേഷ് ഏപ്രിൽ 11 റിലീസ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ എല്ലാ സിനിമയിലും പറയുമെങ്കിലും ഈ സിനിമയിൽ കുറച്ച് കട്ടപ്പണി എടുത്തിട്ടുള്ള സിനിമയാണ്. അങ്ങനത്തെ ഒരു കഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു ഭയങ്കര നല്ല ടീം ഇപ്പോൾ എഫേർട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളതിൻ്റെ ടീസറും ട്രെയിലറൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് നിങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റ് ആ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ തോന്നുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ പോയി കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയുക, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ചേട്ടാ.